എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ലൈവ് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താ പറയാ, ചില സമയത്ത് എപ്പോഴും ഞാൻ പൊതുവെ പറയാറുള്ള ഒരു കാര്യം ഒന്നുകൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും അത് അത് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമായി, ഒരു ആക്ഷൻ കൂടി എടുക്കേണ്ട സമയമായി എന്ന് യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ദിവസങ്ങളായി നമ്മൾ വിചാരിക്കും, ഓക്കെ, അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട സമയമായല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ നമ്മളിങ്ങനെ മനുഷ്യരല്ലേ, മനുഷ്യനായതുകൊണ്ട് നമ്മളിങ്ങനെ അതിന് കറക്കി 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 നിൽക്കും. പോട്ടെ, കുറച്ചും കൂടി സമയം കിട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് നിമിത്തമായിട്ട് തന്നെ യൂണിവേഴ്സ് ചില സമയത്ത് പ്രപഞ്ച സത്യങ്ങൾ അതിന് എല്ലാ സാധ്യതകളും ഒഴിവാക്കി കൊണ്ട് നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം ആക്ഷൻ എടുപ്പിക്കും. ഈ ഒരു സംഭവം നടക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ യാത്ര ഇതിലൂടെ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്ന് ഈ യാത്ര വന്നപ്പോഴാണ് എനിക്ക് ഇത് ശരിക്കും മനസ്സിലായത്. ഞാൻ ആ പുസ്തകം എഴുതിയപ്പോൾ മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ ഈ കാര്യം ഞാൻ പരാമർശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ അത്ര കണ്ട് ഡെപ്തിൽ ഇല്ലായിരുന്നു പരാമർശിച്ചത്. ആ സന്ദർഭവശാൽ ഇങ്ങനെ സംസാര മധ്യേ പറഞ്ഞു പോകുന്ന കാര്യം മാത്രമായിരുന്നു അത്. പക്ഷെ അത് എന്റെ ജീവിതത്തിലേക്ക് നമ്മളെ അവസ്ഥയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നു എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നിങ്ങളോട് പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നതാണ്. നമ്മുടെ നമ്പറുകൾ ഇവിടെയുള്ള ഗ്രൂപ്പിലെ സെക്യൂരിറ്റി നമുക്ക് പോകുന്നു, നമ്മുടെ നമ്പർ മറ്റുള്ളവർ ഹാക്ക് ചെയ്തിട്ട് ഹാക്ക് ചെയ്തിട്ടില്ല, ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട്, ഹാക്ക് ചെയ്യുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ, അവര് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് നമ്പറുകൾ എടുത്തിട്ട് ഓരോ ആളെയും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ള പലരും പല രൂപത്തിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളോട് പറഞ്ഞു, അതിപ്പോ നമ്മൾ എന്താ പറയണത്, അതിനകത്ത് ഓരോ ആളിനും ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും ആ 2-3 ആൾക്കാരോട് മെസ്സേജ് അയച്ചു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ വിളിച്ചോളൂ, വിളിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും തടയാനോ ഇതാക്കാനോ നമ്മൾ ആളല്ല. പക്ഷെ അവർക്ക് ഡിസ്റ്റർബ് ആവുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പലവട്ടം പറഞ്ഞ് പല രീതിയിലും പറഞ്ഞ് പല സമയത്തും പറഞ്ഞ് നമ്മളെ തന്നെ സ്റ്റാർട്ടിങ് നമ്മളിലുള്ള ആൾക്കാർ തന്നെയാണ്. അതൊക്കെ എനിക്ക് അതിനൊന്നും യാതൊരു തർക്കമില്ല. കാരണം വെച്ചാല് എല്ലാവരും മറ്റുള്ളവർക്ക് ഒന്നിക്കൽ അവരവർക്ക് നന്മ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ. രണ്ട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. ഒന്നിക്കൽ എനിക്ക് നന്മയുണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് നന്മയുണ്ടാണോ. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ് എനിക്ക് നന്മ വേണം മറ്റുള്ളവർക്ക് നന്മ വേണം എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പാന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരോട് പലവട്ടം പറഞ്ഞു നോക്കി. ഇന്നലെ നമ്മളിവിടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു പോയിട്ട് വരുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരാൾ അതേ ലിങ്ക്, ആ ഗ്രൂപ്പിന്റെ ലിങ്ക്, എന്തൊക്കെയോ വലിയ സംഭവം എന്നൊക്കെ പറയണ. ഓക്കെ, അതൊക്കെ സന്തോഷം, അവർ നല്ലതായിക്കോട്ടെ എന്ന് ഞാൻ ഇതിൽ തിരക്കില്ല. അതിപ്പോ അവരെ കൃത്യമായിട്ട് റിമൂവ് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല, ഗ്രൂപ്പിൽ അങ്ങനെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുന്നത് കൊണ്ട് വേണ്ട. ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് മറ്റേ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ ഇട്ടിട്ട് ആൾക്കാരെ കൊടുക്കുന്ന ഒരു ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇന്ന് ഭയങ്കര ഭീഷണി, തട്ടിക്കളയും, നിങ്ങളെ ഒട്ടിക്കളയും, നിങ്ങളെന്താ വിചാരിച്ചത്, നിങ്ങൾ അങ്ങനെ വിചാരിച്ചത്, നമ്മൾ വിചാരിച്ച ഇത് മൊത്തം തകർക്കാൻ പറ്റും, അത്ര ശക്തിയുണ്ട് ഞങ്ങളെ ആൾക്ക് സ്പിരിച്വലി എത്ര ശക്തിയുണ്ട്, നിങ്ങളെങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊക്കെ ഉള്ള ഭീഷണിയൊക്കെ വന്നു. അപ്പൊ നമ്മളതിനകത്ത് ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോ ഓഫ് അട്രാക്ഷൻ ഗ്രൂപ്പിലോട്ട് ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും എനിക്ക് പ്രശ്നം. എന്നെ ആര് തകർക്കുന്നു, എന്നെ ആര് വെട്ടുന്നു, എന്നെ ആരില്ലാക്കുന്നു, എനിക്ക് അങ്ങനത്തെ യാതൊരു പേടിയോ ഒന്നും വിഷയങ്ങളൊന്നും ഇല്ല. നമ്മൾ ആരോടും ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. ഇതിനേക്കാളും വലിയ കൊമ്പന്മാർ വന്ന് കൈകാല് വെട്ടുന്നൊക്കെ പറയാം, നിങ്ങൾക്ക് വേണ്ട വെട്ടിക്കോ, അതിനൊന്നും ഇപ്പൊ കുഴപ്പമില്ല, ചെയ്തോ. നമ്മൾ ആരോടും അതിനൊന്നും യാതൊരു വിധത്തിൽ കണ്ടീഷൻ ഇല്ല. ഇനിയിപ്പോ ദൈവം തന്നെ നേരിട്ട് വരികയാണ്, മാനേ ദിനേശ നീ നിർത്തിക്കോ പരിപാടി, നിന്നെ തലയാൻ വെട്ടെന്ന് പറഞ്ഞ് വെട്ടിക്കോ എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ദൈവപുത്രന്മാരുടെ അണികളായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്നും നോ പറയുന്നില്ലല്ലോ. കാരണം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എനിക്കും ഗുണം നിങ്ങൾക്കും ഗുണം ചെയ്യുന്ന പ്രവർത്തനമാണ്. ഞാൻ നിങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന അത്ര വലിയ പുണ്യാളനൊന്നും അല്ല ഞാൻ. മാസം 10,000 രൂപ കൊടുത്തിട്ട് സൂം എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ അത്രയൊന്നും ഞാൻ രാവിലെ തൊട്ട് വൈകിട്ടാണ് പണിയെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തരുന്നുണ്ട്, അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് നടക്കുന്ന കാര്യം. അല്ലാതെ ഇവിടുന്ന് പക്ഷെ എവിടെയോ എന്തൊക്കെയോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യം എനിക്കും വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്കും വർക്ക് ചെയ്യുന്നു. അത്രയേ ഇതിനകത്ത് സത്യമുള്ളൂ. ഇത് 100% സത്യമുള്ള കാര്യമാണ്. നമ്മള് പറയുന്നത് മനസ്സിലാക്കി അറിഞ്ഞ് തത്വങ്ങളും നിങ്ങൾ പറയുമ്പോൾ കുറേ ആൾക്കാരുടെ ജീവിതം അങ്ങ് മാറുന്നുണ്ട്. ആ മാറുന്നതിൽ 100% ദൈവത്തിനോട് തന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ, ഞാൻ പ്രപഞ്ച സത്യം എന്നൊക്കെ തൽക്കാലത്തേക്ക് ദൈവം തന്നെ, അതിന്റെ രണ്ടും ഒന്ന് തന്നെയാണ്. ആ ദൈവത്തിന് മുൻപിൽ മാത്രമേ നമുക്ക് യാചനയുള്ളൂ, നമുക്ക് പ്രാർത്ഥനയുള്ളൂ. കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവണേ. അത് ഓരോ രീതികളിലും നമ്മൾ ഒരാളോടും ഒരു തരത്തിലും മുഷിപ്പും കാണിക്കില്ല. പക്ഷെ കൂടെ നിന്നിട്ട് ചിലപ്പോൾ മുഷിപ്പ് കാണിക്കല്ല, അവർ പറഞ്ഞു മനസ്സിലാക്കും, നിങ്ങൾ എങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന അത്രമാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ
ഇത്രയും കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നത് നിങ്ങൾ ചെയ്തോളൂ, ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് അതിന് സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ, മറ്റുള്ളവർക്ക് നിങ്ങൾ അതിന് ഗുണമുണ്ടാക്കും, ചെയ്തോളൂ, സന്തോഷം. അതിനെല്ലാം നിങ്ങൾക്ക് അതിന് താൻ ചെയ്തിടും കർമ്മത്തിന് ഫലം താൻ അനുഭവിച്ചാൽ ലഭിക്കും എന്ന് മാറ്റി പറയാം. അതുകൊണ്ട് സന്തോഷമാണ്. പക്ഷെ വെല്ലുവിളിക്കൊന്നും പാടില്ല. എന്തിനാ വെല്ലുവിളിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ ഞാൻ ഇവിടെ കിടന്നിട്ട് ഞാൻ തട്ടിക്കുന്നത് എന്തിനാ ആവശ്യം? ആരെന്ത് ചെയ്യാനാ? ഇന്ന് ജീവിച്ചിരിക്കുന്ന നാളെ ഉണ്ടാവില്ല. അവരാണ് വെല്ലുവിളിക്കുന്നത്. അതേ ആള് എന്നോട് ഇന്ന് വെല്ലുവിളിക്കായിരുന്നു, എന്നെ കൊണ്ട് വെല്ലുവിളിച്ചത്. എന്താ നിങ്ങളെ കേൾപ്പിച്ചു തരാം വോയിസ്. സാറ് വലിയ സംഭവമാണെന്ന് സാറ് വിചാരിക്കുന്നുണ്ട്, സാറിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെയുള്ള ഈ ആൾക്കാരെ മൊത്തം കൊണ്ടുപോയാലും സാറ് മിണ്ടാതിരിക്കും. ഞാൻ കൊണ്ടുവന്നതാണോ? നിങ്ങൾ ആരെങ്കിലും പോകുന്ന വഴിത്ത് ഞാൻ പിടിച്ചോളുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്? ഒന്നും അല്ലല്ലോ. നിങ്ങളല്ല എന്നെ തേടി വന്നു, ഞാനിവിടെ ചെയ്തോണ്ടിരിക്കും, നിങ്ങൾ തേടി വന്നാ എന്ന് നിങ്ങൾ പോയോ? ഞാനിവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ എന്നോട് സാറ് വലിയ സംഭവം, ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വലിയ സംഭവമാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ സംഭവമാണ്. ഞാൻ ഒരു സംഭവമല്ല, ഞാൻ ഒന്നുമല്ല. എന്താ പറയുക, ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവികളിൽ ഒരു ചെറിയ ജീവി മാത്രമാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് എനിക്ക് എന്താ ഉള്ളത്? എനിക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ യാതൊരു തര അഹംബോധം ഒന്നുമില്ല. ഞാൻ അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞ സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ നന്നാവോ, അതെന്തിരിക്കണോ എന്ന് പറയുകയുണ്ടായി. പലരും ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളുകൾ വന്നിട്ടുണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറ്റിത്തരാന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമൊക്കെ നല്ലതാണ്. ഞാനും പോവാം, ഞാനും വരാം. എനിക്കുണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനും വരാം. തൽക്കാലം എനിക്ക് പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാനും വരാം. എന്തപ്പോ കുഴപ്പമുള്ള? നമുക്ക് ഗുണം ചേർന്ന് പോകുന്ന വിഷയം എന്താണ്? ഒന്നും ഒരു കുഴപ്പമില്ല, അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കണം എന്നൊന്നും ഞാൻ ആരോടും പറയില്ല. നിങ്ങൾക്ക് ഇവിടെ ഗുണം കിട്ടുന്നു നിങ്ങൾ ഇവിടെ ഇരുന്നു, അവിടെ ഗുണം കിട്ടുന്നു അവിടെ ആരും ഇരിക്കുന്നു. അത്രയും കണ്ടീഷനിൽ ഞാൻ വളരെ ഓപ്പൺ ആണ് ഈ കാര്യങ്ങൾക്ക്. നമ്മളൊന്നും എവിടെയും ഇതല്ല. പക്ഷെ അതിന് വേണ്ടി ചെയ്യേണ്ട രീതികൾ ഇതല്ല. ഒരു ധാർമ്മികമായിരിക്കണം കാര്യങ്ങൾ. ധർമ്മം വിട്ടിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിനും ഫലമില്ല, ധർമ്മത്തിനും ഫലമില്ലാതാവും. ഇത് നമ്മുടെ രീതിയായിരിക്കണം. അങ്ങനെ നമ്മൾ ധർമ്മപരമായി മാത്രമേ നീങ്ങാൻ പാടുള്ളൂ. കർമ്മം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം, അതിൽ തെറ്റില്ല. പക്ഷെ ധർമ്മത്തിൽ ഊന്നാത്ത കർമ്മം ചെയ്യാത്തവൻ കർണനെ പോലെയായി പോലെ. കർണൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കർണൻ നല്ല മനുഷ്യനാണ്, ദാനാദികളൊക്കെ ചെയ്യുകയും നല്ല ഒക്കെയായിരുന്നു. പക്ഷെ ധർമ്മം മറന്നുപോയി എന്നുള്ള ഒറ്റ കാര്യമാണ് കർണൻ ഉണ്ടായത്. അപ്പൊ അങ്ങനെ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ വരുന്ന ചോയ്സുകൾ നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം തീരുമാനം. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രൈവസി സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല. ക്ലാസ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ് കഴിയും ആ ഗ്രൂപ്പ് പിരിച്ചുവിടും. പക്ഷെ ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മുടെ മെമ്പേഴ്സ് ഉള്ളിയുള്ള ചാനൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരിക്കും. അപ്പോ എന്തിനാണ് ജ്യോതിലക്ഷ്മി വഴിയെ പോകുന്നതൊക്കെ എടുത്ത് തലയിൽ വെക്കണത്? ജ്യോതിലക്ഷ്മി വിളിച്ചു എന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞിരുന്നോ? ഇത് കണ്ടോ, വഴിയെ പോകുന്നതൊക്കെ എടുത്ത് തലയിൽ വെക്കണ്ട. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ എന്താ ഇതിന്റെ അർത്ഥമുള്ള? ഇത് വെറുതെ കയറി പിടിക്കുന്ന ഒന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റിയിലേക്ക് മാറുക. കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. എല്ലാവരും കയറുക. മറ്റേ പബ്ലിക് ആയിട്ട് ഗ്രൂപ്പുകൾ എല്ലാം ഡിലീറ്റ് ചെയ്യും, നമ്മൾ ഒഴിവാക്കാൻ പോവാണ്. കാരണം പിന്നെ പ്രൈവസി ഇല്ല. ക്ലാസ് വരുമ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ക്ലാസിന്റെ ഗ്രൂപ്പുകൾ ഒഴിവാക്കും. പക്ഷെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് എല്ലാവർക്കും മാത്രമേ ഇനി ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് നിങ്ങൾ വന്നത് മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമല്ല വന്നത്, കുറച്ച് ആൾക്കാരുണ്ട്. മെമ്പർഷിപ്പ് നമ്മളിൽ ഉള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ പറ്റുക. ഈ ലൈവ് സെഷന് പ്രശസ്തമായ സുനിതയെ ആരെ വിളിച്ചത്? സോഫിയ വിളിച്ചല്ലേ? സോഫിയയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. സോഫിയ തന്നെയാണ് നേരത്തെ വെല്ലുവിളിയൊക്കെ നടത്തിയത്. നമ്മുടെ ക്ലാസ്സിന്റെ പേര് തന്നെ പരാമർശിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. സോഫിയ കൊണ്ടുപോകുന്ന സ്ഥലത്തിന്റെ പേര് നമുക്ക് പറയാം. എന്താണ് അത്? മോൺസി. ഓക്കെ, ഞാനത് പേര് പറഞ്ഞതാക്കുന്നില്ല. ഓക്കെ, അവർക്ക് അറിയാലോ, അവർ യൂട്യൂബിലുള്ള ആൾക്കാരാണ്. അപ്പോ അവർ വിളിച്ചതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ് പോകുന്നത്, ഞാൻ വീണ്ടും പറയാം. അപ്പോൾ നമ്മള് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മാത്രമായിരിക്കും ഇനി ലൈവ് ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പോൾ മറ്റു പുതിയ ആൾക്കാർ, യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അഡ്മിന്റെ നമ്പർ ഉണ്ടാവും, അഡ്മിനെ വിളിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മൾ 101 രൂപ മെമ്പർഷിപ്പ് ഫീസായിട്ട് വാങ്ങിക്കുന്നു. അത് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൈസയാണ്. ആ കാശ് ചാരിറ്റിക്ക് വേണ്ടി. അപ്പൊ ആ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ലൈവ് ക്ലാസ്സിൽ ഇനി പങ്കെടുക്കാൻ പറ്റുള്ളൂ. മറ്റെല്ലാവർക്കും മറ്റ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. പക്ഷെ ലൈവ് ക്ലാസ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ യൂട്യൂബിലേക്ക് പോകുള്ളൂ. എല്ലാം കിട്ടില്ല. ലൈവ് സെഷനിൽ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന എല്ലാം യൂട്യൂബിൽ പോകില്ല. കുറച്ചിട്ടാണ് യൂട്യൂബ്. അങ്ങനെ ആയിരിക്കണം. നമുക്ക് ആ ധർമ്മം അവിടെ പാലിക്കണമല്ലോ. പിന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഭാഗമായി വരണമെങ്കിൽ ഒന്ന് അഡ്മിനെ വിളിച്ചാൽ മതി, നിങ്ങൾ എല്ലാവരും കേട്ടാം.
പിന്നെ താമസിയാതെ മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ പല 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 ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വരുന്ന രീതിയിലാണ്. നിങ്ങൾ ആരൊക്കെ വരുന്നു ആരൊക്കെ വരുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. ഒരു സേഫ്റ്റി നമ്മൾ എടുക്കുന്നില്ല അവിടെ. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ അധികം ആൾക്കാരും വരുന്നത് വലിയ കമ്പ്യൂട്ടർ ഈ മൊബൈൽ പരിജ്ഞാനമൊക്കെ ഇല്ലാത്തവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ സൂമിന്റെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്താൽ നമുക്ക് ആരൊക്കെ വരുന്നു ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്താൽ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് കയറി വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്യരുത് ഈ കിട്ടുന്ന ഫ്രീഡത്തെ എന്നുള്ള റിക്വസ്റ്റ് ആണ്. മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. അപ്പോൾ ദൈവികമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒളിച്ചു ബാത്തി ചെയ്താൽ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടിയവരാരും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. എന്നാ പിന്നെ ഈ പഠിപ്പിക്കുന്ന തത്വത്തിൽ നിന്ന് യാതൊരു സാധ്യതയില്ല. സത്യസന്ധമായി ചെയ്താൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി നടക്കും എന്നുള്ള ഓർമ്മിപ്പിക്കും. അപ്പോ ഒന്നുകൂടി ലാസ്റ്റ് ആയിട്ട് പറയാം. നമ്മൾ ഇനി മുതൽ ലൈവ് സെഷൻ മെമ്പേഴ്സ് ഉള്ളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മെമ്പേഴ്സ് ആവേണ്ടവരെല്ലാം അഡ്മിനെ വിളിച്ച് പറഞ്ഞിട്ട് 101 രൂപ എടുത്ത് മെമ്പേഴ്സ് ക്ലാസ്സിലേക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഇല്ലാത്തവർ തുടർന്നോളൂ, നമ്മുടെ മറ്റേ കമ്മ്യൂണിറ്റിയിലേക്ക് തുടർന്നോളൂ. ഗ്രൂപ്പുകളെല്ലാം ഡിസ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഗ്രൂപ്പുകളൊന്നും ഇനി ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ ഗ്രൂപ്പ് ഇല്ലല്ലോ. അപ്പൊ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ മുകളിൽ പോയി ക്ലിക്ക് ചെയ്താൽ അഡ്മിൻ എഴുതിയിട്ടുണ്ടാവും. അയാൾ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. കഴിയുന്നതും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒഴിവാക്കുക. എന്റെ തലക്കണക്ക് നിങ്ങൾ 10, 25, 50 പേരും പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് അഡ്മിൻ ഫിൽറ്റർ ചെയ്ത് അവർക്ക് അത്യാവശ്യമുള്ളതാണ് അവർ എനിക്ക് ഫോർവേഡ് ചെയ്തു കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ നിങ്ങളെ ഹാപ്പി ന്യൂസ് കേൾക്കണ്ടേ. ഈ കാര്യങ്ങളായി പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ചല്ല, മറ്റുള്ളവരെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാക്കുകളൊക്കെ പറയുക. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടുകൾ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇതിൽ വന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടി എന്ന് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് വരുന്നത്. നമ്മൾക്ക് റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അവർ പറഞ്ഞതും. പക്ഷെ നമ്മളെടുത്ത് പോകുന്നവരാരാന്ന് ചോദിച്ചാൽ ഒരു റിസൾട്ട് കിട്ടാത്തവരാണ്. എന്തുകൊണ്ട് റിസൾട്ട് കിട്ടില്ല? 2 കാര്യങ്ങളാണ്. ഇവിടെ വന്നവർക്ക് റിസൾട്ട് കിട്ടുന്നതും റിസൾട്ട് കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ആത്മാർത്ഥമായി വിശ്വസിച്ച് ആത്മാർത്ഥമായി കർമ്മം ചെയ്യുന്നവന് റിസൾട്ട് കിട്ടും. ആത്മാർത്ഥതയില്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാതെ എന്നാൽ വിശ്വസിക്കുകയും ചെയ്യാതെ കർമ്മം ചെയ്തവന് ഒന്നും കിട്ടില്ല. പക്ഷെ പോകുന്നവരധികം കർമ്മവും ചെയ്യില്ല, വിശ്വസിക്കുകയില്ല, ഒന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ഏത് ഗണത്തിലാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ പറയുന്ന കാര്യത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എങ്കിൽ റെഡിയായി. രണ്ടാമത്, വിശ്വസിച്ചു അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുക. ആ ആക്ഷൻ അനുസരിച്ച് നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇല്ലാതെ റിസൾട്ട് കിട്ടില്ല, കിട്ടാൻ പാടുമില്ല എന്നുള്ളതാണ് തത്വം. അതാണ് പ്രപഞ്ച തത്വം. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, ഒരു നിയതിയുണ്ട്. അതിന് ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിന്നാൽ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഇതുവരെയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ബീന എന്തോ പറയാമെന്ന് നേരത്തെ വന്നിരുന്നു അല്ലെ? പറഞ്ഞോളൂ. സാർ നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. ഹലോ സാർ നമസ്കാരം. ഞാൻ ബീന കെ.എം. എനിക്കൊരു സക്സസ് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോപ്പോണോപ്പോൺ മെഡിറ്റേഷനകത്ത് ഞാൻ കയറിയായിരുന്നേ. അപ്പൊ 2 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ, എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് പരിച്ഛേദം പിണക്കായിരുന്നു. കണ്ടാൽ മിണ്ടുവോ ഫോൺ വിളിക്കോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. നേരിട്ട് കണ്ടാൽ പോലും ഒന്നും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ കഴിഞ്ഞ ദിവസത്തെ ആ ഓപ്പോണോപ്പൻ്റെ അകത്ത് ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തിനോട് ഞാൻ ചെയ്തതും അദ്ദേഹം ചെയ്തതുമായിട്ടുള്ള തെറ്റുകളെല്ലാം ഞങ്ങൾ പരസ്പരം ഞാൻ പറഞ്ഞു തീർക്കുന്നതും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ അത് വെച്ചോണ്ടാണ് ഞാൻ ആ ഓപ്പൺ ചെയ്തത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നൊരു 11 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. അവരിങ്ങോട്ട് വിളിച്ചു. നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം സംസാരിക്കുകയും സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതൊരു ഭയങ്കര ഒരു സംഭവം. എനിക്ക് വിശ്വസിക്കാൻ, ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുമായിരുന്നു, വീഡിയോ ഓൺ ആക്കണമെങ്കിൽ ഒരു സക്സസ് പറയാതെ ഞാൻ ഓൺ ആക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം വന്ന് അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാനിത് വിശ്വസിച്ച് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം, ഇത് ഭയങ്കര, എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവം
സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലാതായി. ഇപ്പൊ അവര് വിളിച്ചപ്പോഴത്തേ ഞാൻ 10-15 മിനിറ്റോളം ഞാൻ മിണ്ടാതെ നിന്നു. ഇപ്പൊ ഹലോ ഹലോ എന്ന് വെച്ച് കണ്ടിന്യൂ കട്ട് ചെയ്യാതെ ഇച്ചിരി നേരം ഞങ്ങൾ പരസ്പരം മിണ്ടാ. എന്നിട്ട് ചോദിച്ചു എന്നാ ഉണ്ട് വിശേഷം, എന്നാ മിണ്ടാത്ത, എന്നാ സംസാരിക്കാത്തേന്ന് ചോദിച്ചു. എനിക്ക് പക്ഷെ എന്താ പറയണമെന്ന് അറിയത്തില്ലാതെ ഞാൻ അങ്ങ് സ്തംഭയായി നിന്നുപോയി. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ആ ഒരു സംഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്രമേ ഞങ്ങൾ ശത്രുവായിരുന്നു. പക്ഷെ എന്തോ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ആ വൈരാഗ്യം കൊണ്ടാണ് നമുക്ക് ശത്രുത എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞ് 2 ദിവസം ഞാൻ രാവും പകലും ഇരുന്ന് അത് പ്രാർത്ഥിച്ച്. മൂന്നാം പൊക്കം ഇന്ന് 11 മണിയൊക്കെ അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിക്കാതെ അതെനിക്കൊരു ഭയങ്കര മിറാക്കിളായിട്ട്. നന്ദി നന്ദി നന്ദി, എത്ര പറഞ്ഞാലും തീരില്ല നന്ദി. വെരി മച്ച് താങ്ക് യു, വെരി മച്ച് താങ്ക് യു. കാരണം അതൊക്കെയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമ്മൾ എന്തിനാണ് ഇതിനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നമ്പർ എത്രയായിരുന്നു അറിയോ? 222 222. 3 രണ്ടുകൾ ഒന്നിച്ച് ചേർന്ന് വന്ന് നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിന്റെ സത്യസന്ധത ഒന്നുകൂടി പ്രപഞ്ചം നിങ്ങൾ കാണിച്ചു എന്നുള്ള ഭയങ്കര. ഞാൻ പറഞ്ഞില്ലേ, ജീവിതം ചിലപ്പോ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞോട്ടെ. ജാനകി പറഞ്ഞു. ഞാൻ മാർച്ച് മാസത്തിൽ അഫർമേഷൻ എഴുതിയതാണ്. എന്റെ മോന് ജൂൺ മാസത്തില് ജർമ്മനി പോണെന്നും ജൂലൈ മാസത്തില് അവിടെ ഒരു ജോലി കിട്ടണമെന്നും. പക്ഷെ ജൂൺ ലാസ്റ്റ് ആയപ്പോഴത്തേനും കിട്ടി. 5 പറഞ്ഞോന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നതാണ്. ജൂൺ ലാസ്റ്റ് ആയപ്പോഴത്തേനും മകന് ജർമ്മനിയിൽ ഒരു ചെറിയ ജോലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷം സാറിനെ അറിയിക്കാനും ഈ യൂണിറ്റിൽ എല്ലാവരും അറിയാനും വളരെ ഹാപ്പി സാറേ. കിട്ടിയല്ലേ? ജോലി കിട്ടി. 5 പറഞ്ഞോന്ന് അറിയില്ലാത്ത കാരണം ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നതാണ്. പിന്നെ ഞാൻ എഴുതിയതിന്റെ കാര്യം ഞാൻ പറയാന്ന് ഓർത്തിട്ടാണ് ഇന്ന് പറഞ്ഞത്. ശരി ശരി, താങ്ക് യു താങ്ക് യു താങ്ക് യു. അഞ്ചിന് കുറച്ച് ദിവസമായിട്ട് അഞ്ചിന് വരില്ല. രാവിലെ മെഡിറ്റേഷൻ നമ്മൾ അഞ്ചിന് ഭയങ്കര തിരക്കാ. ഇവരവിടെ ചെന്നൈ പിന്നെ ഭയങ്കര തിരക്കില് പെട്ടേക്കും ആള്. അതെ അതെ അതെ, സ്വാഭാവികമല്ല. ഞാൻ മക്കളും കൂടെ ഉണ്ട്, ഭർത്താവുണ്ട്, എല്ലാം കൂടി ഓർത്തിട്ട് ഞാൻ ഇന്ന് പറഞ്ഞതാ. നല്ല കാര്യം. മാർച്ചിൽ എഴുതി, സന്തോഷായി. ഞാൻ മാർച്ചിൽ എഴുതി വെച്ചതാണ്. പക്ഷെ അത് ജൂലൈന്ന് എഴുതിയിട്ട് ജൂൺ ലാസ്റ്റ് ആയപ്പോഴത്തേനും തന്നെ കിട്ടി. ആ സന്തോഷം യൂണിറ്റിൽ പറഞ്ഞതാ. സന്തോഷം സന്തോഷം. താങ്ക് യു വളരെ നന്ദി. പത്മിനി ശിവൻ പറഞ്ഞു. സാറേ, ഞാന് ഇന്ന് 3 ദിവസമായിട്ട് സാറ് ഒരു ലൈവ് ക്ലാസ്സിൽ ഒരു മെഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് മുന്നേ 3 ദിവസം എഴുതണം എന്നും പറഞ്ഞ് 520 രൂപ 520 എഴുതണം എന്ന് പറഞ്ഞായിരുന്നു ആ നമ്പർ. അങ്ങനെ ഞാൻ 3 ദിവസം എനിക്ക് 1 ലക്ഷം രൂപ 3 ദിവസത്തിനുള്ളിൽ ലഭിക്കണം എന്നാണ് ഞാൻ എഴുതിയത്. എനിക്ക് ഇന്നലെ ആ 1 ലക്ഷം രൂപ ലഭിച്ചു സാറേ. ഇന്നലെ എനിക്ക് 1 ലക്ഷം രൂപ ലഭിച്ചു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. നന്ദി. എല്ലാവരോടും പറയുക. ഞാൻ 3 ദിവസം 5 മണിക്ക് മുമ്പ് എഴുതി കഴിഞ്ഞു. പിന്നെ മെഡിറ്റേഷനും ഉണ്ടായിരുന്നു. ആ മെഡിറ്റേഷനും ഞാൻ ചെയ്തു ആ കൂടെ തന്നെ സാറ് പറഞ്ഞതുപോലെ. അപ്പൊ അത് ഞാൻ 3 ദിവസം 520 വെച്ച് നമ്മൾ തുടങ്ങുന്ന നമ്പർ 9 നമ്പർ അതന്നെ. രാവിലെ 5 മണിക്ക് മുന്നേ എഴുതണമായിരുന്നു അഫർമേഷൻ. ഞാൻ അങ്ങനെ എഴുതി 3 ദിവസം. ഇന്നലെ എനിക്ക് കിട്ടി 1,10,000 രൂപ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്തായി വീടിന്റെ കാര്യം? ഓക്കെ, ലഭിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്. നല്ല സന്തോഷത്തിലാണ് ജനീഭായി പറഞ്ഞത്. നല്ല സന്തോഷത്തിലാണ് പത്മിനി, നല്ല സന്തോഷത്തിലാണ് പറഞ്ഞത്. ലഭിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം പോരല്ലോ എന്നാ. ഓക്കെ, അടുത്താരാ? സന്ധ്യ എന്താ പറയണ്ടേ? സാറേ, ഞാനിങ്ങനെ പറയാൻ കാത്തിരിക്കുവായിരുന്നു. സാറേ, ഞാൻ കഴിഞ്ഞ ആഴ്ച സാറിനോട് പറഞ്ഞായിരുന്നു എനിക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ ഇന്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് എന്റെ ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ എംപ്ലോയ്മെന്റിൽ പോയി. ഞാൻ അവരോട് ചോദിച്ചു, സാറേ എനിക്കിനി ഈ വർഷം ഇനി കാർഡ് വരുമോന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഈ വർഷം ഒന്നും വരത്തില്ല, നിങ്ങൾക്ക് ഇനി അടുത്ത വർഷമേ വരത്തുള്ളൂ, ഈ വർഷം പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വളരെ വിഷമത്തോട് വീട്ടിൽ വന്ന് സാറ് പറഞ്ഞ് IR5 സിറ്റുവേഷൻ ഇങ്ങനെ പല പ്രാവശ്യം അത് വിചാരിച്ചു പ്രാർത്ഥിച്ചു. എനിക്ക് പെട്ടെന്ന് ഇന്റർവ്യൂവിന്റെ കാർഡ് വരണേന്ന്. എനിക്ക് 2-3 ദിവസത്തിന് മുമ്പേ കാർഡ് വന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി, ഭയങ്കര സന്തോഷം. കാരണം എനിക്കറിയാം ഞാനത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു കാർഡ് വന്നത്. അല്ലെ ഒരിക്കലും അവര് പറഞ്ഞ പ്രകാരം എനിക്ക് ഈ വർഷം കാർഡ് വരേണ്ടതല്ല. അതെനിക്ക് കൊല്ലത്ത് വെച്ച് 28-ാം തീയതി ഇന്റർവ്യൂ ആണ്. ഹോമിയോ വകുപ്പിലാണ്. ചെറുതാണ്, എന്നാലും എനിക്കത് എങ്ങനെങ്കിലും എനിക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് അഫർമേഷനൊക്കെ എഴുതി വെക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്.
സാറിന്റെ യൂട്യൂബ് വീഡിയോ എന്നും രാവിലെ മക്കൾ സ്കൂളിൽ പോയാ മൊത്തം സമയം ഇത് തന്നെയാ കാണുന്നത്. അമ്മ ചോദിക്കും ഇത് കേട്ടോണ്ടിരുന്ന വയറ് നിറയുവോ, ആഹാരം വെക്കണ്ടേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു രണ്ടും നടക്കുകയാണ്. എനിക്ക് 28-ാം തീയതി കൊല്ലത്ത് വെച്ച സാറേ ഇന്റർവ്യൂ. സന്ധ്യക്ക് കിട്ടുമോ എന്ന് സന്ധ്യക്ക് മാത്രമേ സംശയമുണ്ട്, എനിക്കുണ്ടായില്ല. നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പബ്ലിക്കിൽ പറഞ്ഞതാണ്, മൃഗത്തെ സ്നേഹിക്കൂ, മൃഗങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? പറഞ്ഞു ഞാനും മറന്നില്ല. ഈ വർഷം കിട്ടുന്ന നമുക്ക് കിട്ടുമെന്ന് അന്നേരം തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ മൃഗങ്ങൾ ഇഷ്ടമാണോ എന്നോട് ചോദിച്ചത് അന്നേരം. അപ്പൊ നിങ്ങൾ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് മൃഗങ്ങളെ ഇഷ്ടപ്പെടൂ, അവര് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ പറയും. വീണ്ടും പറയുന്നു, ആത്മാർത്ഥമായി മൃഗങ്ങളെ ഇഷ്ടപ്പെടും, മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലതാണത്. അവരിഷ്ടപ്പെട്ടാൽ ചങ്ക് പറിച്ചു തരും. മനുഷ്യന് മാത്രമേ ചങ്ക് കൊണ്ടുപോകുള്ളൂ, മൃഗങ്ങൾ ചങ്ക് പറിച്ചു തരും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോളൂ, നേരെ പൊക്കോ, കിട്ടും. ഞാൻ 3 മാസത്തെ അത് പിന്നെ മെഡിറ്റേഷന് ചേർന്നിട്ടുണ്ട് സാറേ, അത് ചെയ്യുന്നുണ്ട്. ഇനി കല്ലിന്റെ കാര്യം മാമിനോട് ചോദിച്ചായിരുന്നു, അതിപ്പോ സാർ അത് എനിക്ക് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു തരണം. കോഴിക്കോട് വരുന്നില്ലേ? കോഴിക്കോട് വരുന്നോ പറ്റുമോ? കോഴിക്കോട് 17-ാം തീയതി കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടല്ലോ, ഓഗസ്റ്റ് 17. കോഴിക്കോട് വരികയാണെങ്കിൽ നേരിട്ട് കല്ല് നേരിട്ട് അവിടുന്ന് തരാം, അല്ലെങ്കിൽ തരാം, അല്ലെങ്കിൽ തരാം, ബുക്ക് ഓർഡർ ചെയ്താൽ. എന്നാലും ഭയങ്കര സന്തോഷം, നന്ദിയുണ്ട് സാർ. സാറിന്റെ ക്ലാസ് കേട്ടത് ഇപ്പൊ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ചില സമയത്തുണ്ടല്ലോ, അതെല്ലാം അങ്ങ് മാറിപ്പോയി. അതൊന്നും വേണ്ട നമുക്ക്, അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യമല്ല. സന്തോഷം സാർ. എന്റെ ജോലിക്ക് വേണ്ടി സാർ പ്രാർത്ഥിക്കണം. ഓക്കെ, താങ്ക് യു സാർ. കൂടെ ഉണ്ട് എപ്പോഴും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നല്ലത് വരാൻ വേണ്ടിട്ട് മാത്രം പ്രാർത്ഥിക്കും, നല്ലതിന് വരാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥന എപ്പോഴും ഉള്ളത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വരാനില്ലല്ലോ, നമുക്ക് തുടങ്ങാം. നിങ്ങള് അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ വാട്സപ്പിന്റെ പേര് മാറ്റണം. ഹാപ്പിനെസ് മാസ്റ്റർ എന്ന് പേര് നിങ്ങൾ എഴുതിയാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ ഫോണിന്റെ പേര് എഴുതിയിരിക്കുന്ന ഹാപ്പിനെസ് മാസ്റ്റർ എന്നാണ്. മാറ്റം പറയണം കേട്ടോ ആരുടെങ്കിലും. 1,20,000 കിട്ടിയാണ്. ഒരു മിനിറ്റ് ഗീത, ഒരു മിനിറ്റ് അവര് പറയട്ടെ ഗീത. പറ. 1,00,000 വേണമെന്ന് പറഞ്ഞ 1,20,000 കിട്ടി. ഞാൻ അത് എഴുതിയ മാർഗം വാങ്ങിച്ചു. മുന്നോട്ടുള്ളതെല്ലാം സാധാരണ. എന്താണ് പറഞ്ഞ മനസ്സിലായില്ല? ഞാനും സാറിന് പറഞ്ഞ എക്സാം ഉണ്ടെന്ന് പോയിട്ട് പാസ്സായി. അയ്യാ സ്റ്റേഷൻ തെറ്റിക്കൊണ്ടാ പോകുന്നത്. അവിടെ ഒരുപാട് അവകാശമൊക്കെ എഴുതി മാർക്കുണ്ട്, പാസ്സാവുകയും ചെയ്ത് അതിനകത്ത് അഡ്വൈസറായിട്ട് എടുക്കണം. ബാങ്കിന്റെ അഡ്വൈസറായി അല്ലേ? ആദ്യം അനുഗ്രഹം മുന്നോട്ടുള്ള സാറിന്റെ ഓർത്ത് ഞാൻ ഓർത്ത് സാറിനെ അവിടെ ഇതുകൊണ്ട് ഓർത്ത് പ്രാർത്ഥിച്ചു. നിങ്ങള് ലോ ഓഫ് അട്രാക്ഷൻ ഒന്ന് പഠിക്കണേ. നിങ്ങൾക്ക് അവിടെ നല്ല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ നല്ല ഗുണം ചെയ്യും. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനും അത് നല്ല ഗുണം ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ അതൊന്നും ചെയ്തോളൂ. എന്തായാലും ഗീത, ഓക്കെ ശരി. ഗീത എന്തായാലും പറഞ്ഞു വന്നേ. ഗീത എന്താ പറഞ്ഞേ? ഞാൻ അന്നത്തെ മെഡിറ്റേഷനിൽ 1,00,000 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് 1,20,000. അപ്പൊ 20 എനിക്കായിരിക്കും അല്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയാ സാർ. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. മിനിയാന്ന് എന്താ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നിട്ട്? മിനിയാന്ന് എന്താ പറഞ്ഞു തന്നിട്ട്? അന്ന് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ കല്ല് വെച്ച് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു 2 ദിവസം. അപ്പൊ ഞാൻ ഓക്കെ ആയി. അതെ, അതുകൊണ്ടല്ലേ ഞാൻ കൊച്ചിന്ന് തന്നത്. അന്ന് പറഞ്ഞതല്ലോ, എപ്പോഴാണോ നിങ്ങൾക്ക് കല്ല് തന്നവരോട് എല്ലാം പ്രാണാസ്റ്റോൺ കല്ല് എന്ന് പറയുമ്പോ ഇതാണ്. പ്രാണാസ്റ്റോൺ നിങ്ങൾക്ക് തരുമ്പോഴെല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു, എപ്പോഴാണോ നിങ്ങൾ താഴോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിടിക്കാനുള്ള വള്ളിയാണ് സാധനം. നിങ്ങൾക്ക് പിടിക്കാനുള്ള ദേഷ്യമില്ല സാർ. ഇപ്പം എനിക്ക് ആരോടും ഇപ്പം ദേഷ്യമില്ല. എല്ലാരോടും ഞാൻ മിണ്ടും. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് തലയാട്ടി ഉള്ളിൽ കയറും. ഇപ്പൊ അതല്ല, ഞാൻ വെളിയിൽ ഇറങ്ങി എല്ലാരോടും സംസാരിക്കും. ഇത് മൊത്തം മാറി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാറട്ടെ. ഇനി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. പോകുമ്പോ പ്രാണാസ്റ്റോൺ കയ്യിലുള്ളവരെല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രാണാസ്റ്റോൺ നിങ്ങൾ കയ്യിലുള്ള എന്തിനാന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങൾ താഴുന്നത്
മനുഷ്യൻ എപ്പോഴും മാറ്റം ഉണ്ടാവും, ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല. എപ്പോഴാണോ താഴ്ന്നത് അപ്പോൾ പിടിക്കാനുള്ള വള്ളി ഒരു കരുത്താണത്. അത് മറക്കാതെ എപ്പോ താഴ്ന്നാലും എപ്പോ മാറ്റം വരുമ്പോഴും കയ്യിൽ കയറി എടുത്തോളണം ആ സാധനം. അതിനുവേണ്ടി നാലാം തീയതി ടിക്കറ്റ് എടുത്തു സാർ. ഓക്കെ, ശരി. UK പോയാലും കണ്ടിന്യൂ ചെയ്യണം. UK പോയാലും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കല്ല് കൊണ്ടുപോയിക്കൂടെ സാർ? കല്ല് കൊണ്ടുപോയിക്കൂടെ? സ്റ്റോൺ നമ്മുടെ കൈ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരുന്നത് അനങ്ങുന്ന മാതിരിയാണ്. ഒരു ഇതാണ് ആ ഒരു സ്റ്റോൺ. അത് പ്രാണനുള്ള സാധനമാണ്, നോർമൽ അല്ല. നിങ്ങൾ അതാണ് ശരിക്കുള്ള അതിന്റെ കരുത്ത്. നിങ്ങൾക്ക് കുറയുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? സുനിത എന്താ പറയുന്നേ? സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ? പറഞ്ഞോ. ഞാനേ നമ്മുടെ 4000 രൂപയുടെ ആ ക്ലാസ്സില് ഞാൻ പകുതി പൈസ അടച്ചു സാറേ. പിന്നെ എനിക്ക് അതിന് കയറാൻ അമ്മയ്ക്ക് പാടില്ലാതെ പിന്നെ അമ്മ മരിക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് അതിലൊന്നിനും കയറാനും പറ്റിയില്ല. എനിക്കതൊന്നും മനസ്സിലായില്ല. അപ്പൊ ആ പൈസ ഞാനിപ്പോ സാറ് 2222 അതിലേക്ക് എനിക്കൊന്ന് ആക്കി തരാമോ സാറേ? പറഞ്ഞു, അഡ്മിനോട് വിളിച്ചു പറഞ്ഞു. അതിനെന്തിരിക്കണം? സാറിനോട് ചോദിച്ചിട്ടാവട്ടെ എന്നോർത്താ. അല്ല, ഞാനല്ല ഈ കാര്യം തീരുമാനിക്കുന്നത്. അതെല്ലാം അക്കൗണ്ട്സും അഡ്മിൻസും ഒക്കെയാണ്. എനിക്ക് ശരി സാറേ. നിങ്ങൾ തരുന്ന കാശ് എനിക്ക് അതിൽ ബാക്കി അവിടെ ചെലവെല്ലാം കഴിച്ചിട്ടാ എനിക്ക് കുറച്ച് കിട്ടുന്നേ ഉള്ളൂ. അല്ലാതെ അതെല്ലാം അഡ്മിന്മാരും അക്കൗണ്ട്സും ടാക്സും. അപ്പൊ ഇപ്പൊ സാറ് വെച്ചിരിക്കുന്ന ക്ലാസ് നല്ലതാണെന്ന് പ്രത്യേകത പറഞ്ഞു. അപ്പൊ എനിക്ക് അതിൽ കയറാൻ ആഗ്രഹമുണ്ട്. ഞാൻ കേറിക്കോട്ടെ? സാറിനെ സംബന്ധിച്ച് എല്ലാ ക്ലാസ്സും നല്ലത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നിങ്ങളെ സംബന്ധിച്ച് അതെ, എല്ലാം നല്ലതാ സാറേ. അയ്യോ, അത് നല്ലതാ സാർ. ഒരിത് പറയാതെ വയ്യ സാറേ. നിങ്ങൾക്ക് ലൈഫ് സക്സസിന്റെ ക്ലാസ് പലർക്കും പറ്റാത്തത് വെച്ചാല് ലൈഫ് സക്സസ് ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും. അല്ലാത്തടത്തോളം കാലം അത് പറ്റില്ല. ഇല്ല, അതെ, എനിക്ക് ആ സാഹചര്യത്തിൽ പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പം ആ ക്ലാസ് ഇന്നലെയാണ് വീണ്ടും തുടങ്ങിയത്. ക്ലാസ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെയാണ് വീണ്ടും തുടങ്ങിയത്. അപ്പൊ ഇതിനും കൂടെ ഇതിൽ കയറണമെന്നുണ്ട്. അപ്പൊ ഇതിൽ കയറിയിട്ട് അപ്പൊ ഇതിൽ കയറട്ടെ എന്നാലേ? പറഞ്ഞു. വേണ്ടവർ ഓർഡർ ചെയ്തോളൂ, അല്ലെങ്കിൽ കോഴിക്കോട് വരുന്നവർ കോഴിക്കോട് നേരിട്ട് തരാം. പറഞ്ഞോ. വേറെ സാറേ, എനിക്ക് ആ സ്റ്റോണിന്റെ വളയൊന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. എന്ത് കിട്ടണമെങ്കിലും പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണെന്ന് മറക്കരുത്. ഇല്ല, ആ സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചോളാം. എന്നാ പിന്നെ എന്തിനാ ക്ലാസ് ഇത് മാറുന്നേ? എന്റെ അനുഗ്രഹം വേണമെങ്കിൽ. അല്ല, ഇത് രണ്ടും വേണമല്ലോ. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ശരിക്കും സക്സസ് ആകുന്നവർക്ക് ഒന്ന് കിട്ടിയാലും മതി. എല്ലാം ഓരോന്നിന്റെ മതി. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഇത് ഗുരുവായൂരിന്ന് വാങ്ങിച്ചതാ. ഓക്കെ. നമസ്കാരം സാർ. പറഞ്ഞു അബിത. മിനി പെട്ടെന്ന് പറഞ്ഞു, ക്ലാസ് എടുക്കട്ടെ. സാറേ, ഞാൻ ആ 3 മാസം കോഴ്സിന് ചേർന്നിട്ടുണ്ട്. ലോ ആർട്സിനും അതിന് ചേർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സാറിനോട് പറയുന്നത് ഒരുപാട് പ്രോബ്ലം ഒന്നുമേ പുരിയലേ. നമസ്കാരം സാർ. എന്താ പറയുന്നത്? വോയിസ് ആയിക്കോട്ടോ, നെറ്റ്വർക്ക് ശരിയില്ല കേട്ടോ. പറഞ്ഞോ അബിത. സാർ, മറ്റേ ഹസ്ബൻഡ് 1 വർഷം 7 മാസം ആയതിനു ശേഷം ഇന്നൊരു സ്പൂണ് ചോറുണ്ടു. ചോറ് കഴിച്ചു ഉടച്ചിട്ട്. ഞാൻ വായലിങ്ങനെ അപ്പൊ ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കറി വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു മീൻകറി വേണമെന്ന്. അപ്പൊ ഇന്നൊരു നേഴ്സ് വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് പേടിയല്ല സാറേ കൊടുക്കാൻ. അപ്പൊ പറഞ്ഞു നിങ്ങൾ വേഗം ചോറ് എടുത്തിട്ട് വാ, ഉടച്ച് കൊണ്ടുപോവാ, കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പോലെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉടച്ച് ഞാൻ വേഗം വന്നു. ഒരു 4-5 പ്രാവശ്യം കഴിച്ചു. കഴിക്കാൻ ആൾക്ക് നല്ല ആഗ്രഹമുണ്ട്, ചവച്ചരച്ച് കഴിക്കുന്നുണ്ട്. ഇറക്കി അത്രയും കൊടുത്തത് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ചുമ വരുന്നുണ്ട് സാറേ, കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് ആൾക്ക്. അത് കുറെ കാലമായിട്ട് കഴിക്കാത്തതല്ലേ, അതുകൊണ്ടാണ്. തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ടാവും. ഞാന്
ഓക്കെ, അത് പറഞ്ഞപ്പോൾ നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മിനിഞ്ഞാന്ന് 3 ദിവസം മുമ്പ് എന്റെ ഗുരുവിനോട് സംസാരിക്കുമ്പോൾ ഇതേ കാര്യം ഞങ്ങൾ സംസാരിച്ചു. 3 ദിവസം മുമ്പ്. അപ്പോഴും ഗുരു എന്നോട് പറഞ്ഞ കാര്യം, നീ എന്താണോ പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു വേണ്ട, സമയമാവട്ടെ, സമയമാവുമ്പോൾ സംഭവിക്കുന്നു. അപ്പൊ ഇത്രയും അടുത്ത ഇമ്പ്രൂവ്മെന്റ് വന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞല്ല, നിങ്ങൾ ഇതൊന്നും ആവശ്യപ്പെട്ടിരുന്നല്ല എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്. പക്ഷെ ഞാൻ ഏറ്റെടുത്തത് മറ്റൊരു ദൗത്യമാണ് അല്ലെ. നിങ്ങൾ എനിക്ക് മകൾ എന്താ ചോദിക്കേണ്ടത് എന്ന് അറിയണില്ല സാറേ. അത്രയും ഡൗൺ ആയി പോയിരുന്നു ഞാൻ സാറിന്റെ മുന്നിൽ കരഞ്ഞിട്ടേ ഇല്ല. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. എന്ത് പറയണമെന്ന് അറിയണില്ല. ഇന്ന് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായി. എനിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മുടെ അടുത്ത് ഫുഡ് ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? അങ്ങനെ ഒരു അവസ്ഥ. ഇന്നിപ്പോ എനിക്ക് ഒരു സ്പൂണ് കഴിച്ചത് ഒരു ആൾക്ക് ആവശ്യമുള്ള ഫുഡ് അത്രയും കൊടുത്ത പോലെ എനിക്ക് തോന്നി. പിന്നെയും ചോദിക്കുന്നുണ്ട്, എനിക്ക് ചോറ് വേണം. അപ്പൊ നമുക്ക് പേടിയല്ല, ഇങ്ങനെ ചുമക്കോ, ശിരസിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല. ഇനിയിപ്പൊ അടുത്ത് ട്യൂബ് മാറ്റാൻ പോവാറായിട്ടുണ്ട്. വീട്ടിൽ വന്ന് മാറ്റുക ചെയ്യാ. പക്ഷെ ആ സാറേനെ സമ്മതിക്കുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞിട്ട് നാവ് കൊണ്ട് തള്ളാണ് ട്യൂബ്. അപ്പൊ ഇനി ഹോസ്പിറ്റലിലേക്ക് പോണം. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ ഡോക്ടേഴ്സും വരണം, എന്നാലാണ് ആൾക്ക് ട്യൂബ് ഇടാൻ പറ്റുള്ളൂ. ഞങ്ങള് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ആണ് വരിക. അത്രയും ഒരു ഇതിലാണ് ആള് പറയണത് വേണ്ട. പിന്നെ അതുപോലെ സാറേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആൾക്ക്. പക്ഷെ ആള് അത്യാവശ്യമുള്ളത് മാത്രമേ സംസാരിക്കൂ. അങ്ങനെ ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നില്ല. മോനെ പിന്നെ വെള്ളമൊക്കെ കൊടുത്തില്ലേ. അത് വേറെ സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താ സംഭവിക്കുന്നത്. അത് മറ്റൊരു രൂപമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഒന്നും അല്ലല്ലോ അത് അവിടെ സംഭവിച്ചത്. നമ്മൾ മറ്റൊരു രൂപത്തിലല്ലേ കാണുന്നത്. അത് ശരിയാവും. അതെ അരുണിനോട് ഞാൻ CV അപ്ഡേറ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞാണ്, അയച്ചിട്ടില്ല കേട്ടോ. അയച്ചു എന്ന് പറഞ്ഞു. അയച്ചു, അതിനെ മാറ്റിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മോള് പോയോ? മോള് അവിടെയാണ്, അവിടെ ഹോസ്റ്റലിലാണ്. ഹാപ്പിയാണ് ആള്. ഹാപ്പിയാണ് ആള്. ഓഫീസിലുള്ളവരും ഹോസ്റ്റലിലുള്ളവരൊക്കെ നല്ല ആളുകളാണ്. ഫുഡ് നല്ലതാ. ആള് ഹാപ്പിയാണ്. പിന്നെ സാറേ എനിക്ക് PCOD-യുടെ കംപ്ലൈന്റ് എല്ലാം മാറിയതായിരുന്നു. മോള് പോയതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ഇടുപ്പ് വേദന വന്നു. മോള് പോയി അതിന്റെ പിറ്റേ ദിവസം അതുവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് 30-ാം തീയതി അങ്ങനെ ആയി. പിന്നെ ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. സ്കാനിങ് എടുത്തു. സ്കാനിങ്ങിൽ നോർമലാണ്. ഇനി യൂട്രസ് ചെറുതായിട്ടൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ടെൻഷൻ അക്കമുലേറ്റ് ചെയ്താ വേറെ പ്രശ്നം മാറിക്കോളും. ചെക്ക് ചെയ്യാൻ ഇപ്പൊ അവള് ചെയ്ത വർക്ക് പണിയൊക്കെ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണ്ടേ. അപ്പൊ ആ ടെൻഷൻ അകത്ത് നല്ലോണം മെഡിറ്റേഷൻ നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് പറ്റണ പോലെ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ 2 മണിക്കൂർ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചോ. ഞാൻ മറ്റൊരു മെഡിറ്റേഷൻ പറഞ്ഞുതരാം, അത് ചെയ്താൽ മതി. ശരി സാർ. സന്തോഷത്തോടെ. ഓക്കെ ശരി. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ഉണ്ടല്ലോ. മറ്റാരും വേറെ ആർക്കും പറയാനില്ലല്ലോ? ഉണ്ടോ? സോഫിയ പറഞ്ഞോളൂ. സോഫിയ എന്നോട്, ഞാൻ സുനിത. സോഫിയ എന്നെ വാട്സപ്പിലേക്കാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞ എന്നെ അതിന്റെ അന്ന് റിമൂവ് ചെയ്തയാന്ന്. അങ്ങനെ എത്ര ആളുണ്ട് അതില് നമ്മളടുക്ക വന്നിട്ട്, എന്നിട്ട് അവരൊന്നും റിമൂവ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ അതിൽ നിന്നിട്ട് എനക്കും ഒരു കാര്യവും സാധിച്ചിട്ടില്ല. അവര് കണ്ണു കൂട്ടാൻ പറയുന്നത്, ശ്വാസം എടുക്കാൻ പറയുന്നത്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എനക്ക് ഒരു മാറ്റവും വന്നിട്ടൊന്നുമില്ല. അതാ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് 3 മണിക്കേ നിക്കണോ, എന്നിട്ട് 1 മണിക്കൂർ ഇരിക്കണം. ആർക്കും അങ്ങനെയെല്ലാം കയ്യാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് 5:45 കുളിച്ച് വൃത്തിയാക്കിയിട്ട് ഇരിക്കുവോ വേണ്ടു, കണ്ണടച്ചാടെ ഇരിക്കുവോ വേണ്ടും, വേറെ ഒന്നും വേണ്ട, നമ്മൾ പറയുന്നത് കേട്ടാ മതി. നിങ്ങൾക്കറിയില്ലേ പളനിക്കുള്ള മുരുകനാണ്, അതാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇങ്ങക്ക് എവിടുന്ന എന്റെ നമ്പർ കിട്ടിയെന്ന്. അത് ഞാൻ ഒരു ഗ്രൂപ്പ് നിട്ടു. ഞാൻ ചോദിച്ചു ഏത് ഗ്രൂപ്പ്? ഞാൻ ഗ്രൂപ്പിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വയ്യ എന്നോട് എവിടെയാ സ്ഥലം എന്നെല്ലാം ചോദിച്ച് വയ്യ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാ ഈ നമ്പർ കിട്ടിയത്? അന്നേരം പറഞ്ഞ് ഹാപ്പിനെസ് കിട്ടിയതാന്ന് പറഞ്ഞു. അങ്ങനെ എനക്ക് തിരിഞ്ഞ് അവര് ഹാപ്പിനെസ് എടുത്തത്. എന്നിട്ട് അത് ഞാൻ പ്രസിദ്ധമാമനോട് പറഞ്ഞോണ്ട് അവര് വിളിച്ചിന് പോലും സോഫിയാന. എന്നിട്ട് ആദ്യം എന്നെ വിളിച്ച്
നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം അപ്പാട് സോഫി അങ്ങ് പറഞ്ഞിനല്ലേ, അന്നെ വിളിച്ച് പിന്നെ അന്നെ വിളിച്ചിട്ട് എത്രയാള് വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചാൽ അതേ ഇത് തന്നെ അവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്നിട്ട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞു. നിങ്ങൾ ഇത് തന്നെ നോക്കിക്കോ, ദൈവ ഇതല്ലേ ഉള്ളത്, നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടും, അങ്ങനെയാ ഇങ്ങനെ എന്തെല്ലോ പിന്നെ കുറെയെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ അപ്പാട് ഇതാക്കി കളഞ്ഞു. അപ്പോ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളിവിടെ കണ്ണടച്ചിരുന്നിട്ട് എല്ലാം കിട്ടുമെന്ന് പറയുന്നില്ല, അവര് കണ്ണടച്ചിരുന്ന് എല്ലാം കിട്ടുമെന്ന് പറയുന്നു. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം, കണ്ണടച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണോ ശരി, പണിയെടുത്ത് കിട്ടുന്നതാണോ ശരി എന്നുള്ളത്. അത് തന്നെയാണ്. സാറേ വേറെ എത്ര പേരുണ്ടായിരുന്നു, സോഫി ഇല്ലാണ്ട് വേറെ എത്ര പേരുകൾ ഉണ്ടായിരുന്നു. എന്റെ പേരെന്നെ ഉണ്ടായില്ലേ. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോഴേ സോഫി ഇബ്രാഹിം, ഞാനിത് കണ്ടപ്പോ ആദ്യം വെച്ച് സോഫിയോ, നമ്മള് സോഫി ഇങ്ങനെ ചെയ്യും. എന്ത് കഷ്ടാണോ, രാവിലെ തുടങ്ങി ഞാൻ മെസ്സേജസ് ഇങ്ങനെ കാണുന്നുണ്ട്, സോഫി സോഫി എന്ന് പറഞ്ഞിട്ട്. ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഇന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിൽ അയച്ചാട് വെച്ചിട്ട്. നോക്കൂ, കണ്ണടച്ചിരുന്ന അല്ല നല്ലത്. പളനി മുരുകനൊക്കെ നേരിട്ട് ഇറങ്ങി വന്ന എത്ര രസം, നല്ലതാണ്, സന്തോഷം. എല്ലാവരും ഒരുക്കാതന്നെ പറയാം, നല്ല കാര്യം. പക്ഷെ അപ്പൊ എനിക്ക് എന്റെ ആലോചന ഇതല്ല, ഈ പളനി മുരുകൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കൂട്ടേണ്ട അവസ്ഥയാണെങ്കിൽ പിന്നെ പളനി മുരുകന്റെ അടുത്ത് എങ്ങനെ പോകാം? പളനി മുരുകന്റെ അടുത്ത് എങ്ങോട്ട്, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. പളനി മുരുകൻ നിങ്ങൾ വാ ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ? എനിക്കറിയില്ല, ദൈവം അങ്ങനെ എപ്പോഴാണ്. കഴിഞ്ഞ വട്ടം പോയുള്ളൂ, ഇത് അറിഞ്ഞെങ്കിൽ പോട്ടിയിരുന്നില്ല. ഓക്കെ, എന്തായാലും പോട്ടെ. വിളിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പോകുന്നതാണ്, ഞാൻ അതിനല്ല പറയണേ. എന്നാ ഡിസ്റ്റർബ് ആക്കാൻ വിടരുത്, ഡിസ്റ്റർബ് ആവരുത് നിങ്ങള്. ഞാൻ പോകണ്ടെന്നൊന്നും പറയില്ല, നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്കത് ഓരോ ആൾക്കാരും നല്ല മാറ്റം സർ, ഇതില് വന്നിട്ട് നല്ല മാറ്റം. പിന്നെ അങ്ങും ഇങ്ങും തുള്ളിച്ചാട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എവിടെയും കിട്ടില്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പതുക്കെ പഠിച്ചാൽ മതി, നല്ല മാറ്റം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാൽ എവിടെയും കിട്ടില്ല. ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒന്നും, ഞാനത് അതും കൂടി പറഞ്ഞു പോകാം. സോഫിയ, ഇവിടെ ആ സോഫിയ ഹെൽബിയ, അങ്ങനെ അവര് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. ഒറ്റ ക്ലാസ്സിൽ പോലും പങ്കെടുത്തിട്ടില്ല. പൈസ തന്നിട്ടുണ്ട്, ഒറ്റ ക്ലാസ്സിൽ പോലും ലൈവിൽ പങ്കെടുത്തിട്ടില്ല. നമ്മുടെ ആപ്പില് അവര് നമ്മൾ ടെക്നിക്സ്, അതെ 33 മറ്റേ ടെക്നിക്കുകളാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കൊടുക്കുന്നത്. അവർ 6 എണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷമുള്ള ഒറ്റ വീഡിയോ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർ യാതൊരു തര പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. 6 വീഡിയോ വരെ കണ്ടിട്ടുണ്ട്, 5.5 വീഡിയോ വരെ കണ്ടിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു വെച്ചാൽ 5 മാസം 6 മാസമായിട്ടായി അവർ ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ ക്ലാസ്സിൽ അവർ പങ്കെടുത്തിട്ടില്ല. ഇവൻ ഞാൻ കണ്ടിട്ടുമില്ല. നമ്മൾ സാധാരണ നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാർ 255 ആൾക്കാരോട് പങ്കെടുക്കുന്ന ഏകദേശം ആൾക്കാരും ഞാൻ കാണും. ക്യാമറ ഓൺ ചെയ്തവരൊക്കെ ഞാൻ കാണാറുണ്ടല്ലോ അല്ലെ. അവർ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്ക് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞത് അവർ ചെയ്യാത്തതുകൊണ്ടാണ്. ചെയ്താൽ അവർക്ക് മാറ്റം വരും. നമ്മൾക്കിത് പറഞ്ഞു കൊടുക്കാനേ വഴിയുള്ളൂ, നമുക്ക് അതിനപ്പുറത്തൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞു കൊടുക്കും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്കാണ്. എനിക്ക് പറയാനേ മാത്രമേ പറ്റുള്ളൂ, പറയാനും അതും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയാനേ പറ്റും. ബട്ട് റിസൾട്ട് എല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്, നമുക്ക് അതിനകത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മറ്റൊന്നുമില്ലല്ലോ ഇനി പറയാനായിട്ട്, അല്ലെങ്കിൽ കുറെ കൂടും. ബാക്കി യൂട്യൂബ് കാണുന്നവർക്ക് ബോറടിക്കും കേട്ടോ. താങ്ക് യു. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന തത്വം നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഞാൻ വീണ്ടും പറയും, ഇതൊക്കെ ഒരു കണക്ടിവിറ്റി പോലെ വരുന്ന സാധനമാണ്. നമ്മൾ ഇന്ന് ഇങ്ങനൊരു സബ്ജക്റ്റിനെ പറ്റി പറയാൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വൈകിട്ട് വരുമ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ മൊത്തം നടന്നത് കേട്ടോ. ഒരു പ്രശ്നം ശരി പറഞ്ഞാൽ ഇങ്ങനെ ആ വോയിസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ വലിയ പ്രശ്നം വരുന്നു, അങ്ങനത്തെ വോയിസ്. അപ്പോൾ അതേപോലെ ഏത് പ്രശ്നവും 3 ദിവസത്തിൽ പരിഹരിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങളുള്ളവരെല്ലാവരും ക്ലാസ്സിൽ തയ്യാറാവുക, അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പ്രശ്നങ്ങളുള്ളവരെല്ലാവരും അവരെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇവിടെ ഇരിക്കുന്ന ഈ 288 ആൾക്കാരിൽ പ്രശ്നങ്ങളുള്ളവരെല്ലാം ടൈപ്പ് ചെയ്ത് അവരൊരു പേരുകൾ പെട്ടെന്ന്, അപ്പോൾ നമുക്കൊരു ഗുണമുള്ളൂ. യെസ്, പറട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. പ്രശ്നങ്ങളുള്ളവർ മാത്രമേ ടൈപ്പ് ചെയ്യേണ്ടുള്ളൂ. ഇല്ലാത്തവര് വഴിയെ പോകുന്നതെല്ലാം കയറി എന്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ടൈപ്പ് ചെയ്ത് നിൽക്കണ്ട. എന്റെ പേര് സാറ് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണ്ട അല്ലേ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് അത് വിട്, നമുക്ക് ക്യാപ്സൂൾ കഴിച്ച് ക്ലാസ് തുടങ്ങാം. ഇത് വിഷയമല്ല, വിട്ടേ.
വിട്ടെ, പേര് ടൈപ്പ് ചെയ്യണം. പറയുമ്പോ പേര് എഴുതാൻ വേണ്ടിയിട്ടുള്ള അത്ര പാടില്ലല്ലേ നിങ്ങൾ? അതെനിക്ക് മനസ്സിലായി. യെസ്, അപ്പൊ തുടങ്ങിക്കോളൂ. ക്യാപ്സൂൾ കഴിക്കാൻ തുടങ്ങാം. ക്യാപ്സൂൾ എല്ലാവരും മറന്നോ? ക്യാപ്സൂൾ എല്ലാവരും ഐ ആം ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി പറഞ്ഞോളുക. ഹാപ്പി ആൻഡ് റെഡി ആയവർക്ക് മാത്രമാണ് ഹാപ്പി ആൻഡ് റെഡി. യെസ് 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 യെസ്, പോരട്ടെ, വേഗം പോരട്ടെ. യെസ്, ശുഭാപ്തി ഹാപ്പി ആൻഡ് റെഡി. യെസ്, കമോൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു ആൾ, താങ്ക് യു. നോക്കൂ, വീണ്ടും പറയണു, യഥാർത്ഥ പ്രശ്നങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണ്? അത് പരിഹരിക്കണത് എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ, എന്നിട്ടല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. എവിടെയാണെന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ എവിടെയാണ്? ആരാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നക്കാരൻ? ഇവിടെ വന്നിട്ട് മാത്രം പറയണ്ട, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതുവരെ ഉള്ളത് മനസ്സിലാക്കിയല്ലേ? ഓക്കെ, നമ്മുടെ തന്നെ മനസ്സിലെ മിനിയാന്ന് ഓപ്പനപ്പനോ ലവ് ഓപ്പനപ്പനോ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ അനുഭവിച്ചാണ് അതല്ലേ? ശരിക്കും അറിഞ്ഞതാണ് ഓരോ ആൾ എവിടെയാണ് കെട്ടിക്കിടക്കുന്നതെന്ന്. ചൊറിച്ചലും വീഴ്ചലും വരുമ്പോ നമ്മൾ പറഞ്ഞതാണ് എവിടെയാണ് സംഭവിക്കുന്നത് അല്ലെ? അതേപോലെ പ്രശ്നങ്ങൾ, നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ തന്നെയാണുള്ളത്, മറ്റൊരു സ്ഥലത്തുമില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ കയറ്റി വെച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നന്മ ചെയ്യാത്ത ഏത് എനർജിയാണോ നമ്മളിലുള്ളത് അതിനെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. എവിടെയാണ് എനർജി മൊത്തം നമ്മൾ അനുഭവിക്കുന്നത്? നമ്മളിലെ എനർജിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഗുണകരമാവാത്ത, നമ്മളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആനന്ദത്തിലാക്കാനോ സഹായിക്കാത്ത, ഉന്മേഷവാനാക്കാനോ സഹായിക്കാത്ത ഏത് എനർജിയാണോ നമ്മളിലുള്ളത് അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയും. അപ്പോൾ ആ എനർജിയെ നമുക്ക് മാറ്റിയാൽ നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സ്വാഭാവികമല്ലേ? ഏതാണോ നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരുന്നത്, നമുക്ക് വിഘാതമായി വരുന്നത്, അതിനെ മാറ്റിയാൽ നമുക്ക് വിഷയം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പല്ലേ? മനസ്സിൽ നിന്നും അതിനെ മാറ്റാം. പക്ഷേ മനസ്സിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഒന്നിക്കൽ മനസ്സിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തണം, അതിന് വിശ്വാസപൂർണ്ണമായിരിക്കണം. അപ്പൊ അതിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടി. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ, എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് വിളക്ക് വെക്കുന്നത് ചോദിച്ചാൽ, ഇതിനെല്ലാം നമ്മൾ പറയും മനസ്സിന് സമാധാനത്തിന് വേണ്ടി, മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും. എന്തിനാണ് നാമജപം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ചൊല്ലുമ്പോഴെങ്കിലും സാറേ സമാധാനമുണ്ട് എന്നതുകൊണ്ടല്ലേ ചൊല്ലുന്നത്. ക്ലാസ്സിൽ എന്തിനാ ഇപ്പൊ ഇത്രയും ആൾക്കാർ 265 ആൾക്കാർ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഇരിക്കുന്ന സമയത്തെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, ബാക്കിയെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചാൽ അതല്ലേ? അല്ലെങ്കിൽ നിങ്ങളിപ്പോ പലതരക്ക് വിടുന്നു, ആ ടി വി ഇങ്ങനെ കയറി ഇതാക്കിയാൽ മതിയായിരുന്നു, അതെല്ലാം വിട്ടിട്ട് എന്തിനാ വരുന്നത്? നമുക്ക് വേണ്ടത് സന്തോഷവും സമാധാനമാണ്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതിന് പറ്റിയ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് പോകണം. അതെല്ലാം നമുക്ക് അറിയാത്ത കുറേ സത്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ സത്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടും അറിഞ്ഞിട്ട് വേണ്ടാന്ന് വരുന്ന സത്യങ്ങളും ഉണ്ട്. അറിഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്ന കുറേ സത്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ചോദിക്കാം, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും ചെയ്യാത്തത്, കൃത്യമായി പാലിക്കാത്ത ഒരു കാര്യത്തെ മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പറയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച പാത്രം എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി വെക്കുന്നതാണ് ഒരു വീട്ടിലേക്കുള്ള നല്ല ഐശ്വര്യത്തിന്റെ ലക്ഷണമെന്ന് അറിയാത്തവരാരും ഇവിടെ ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അത് അറിയില്ലേ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ? ഭക്ഷണം കഴിച്ച പാത്രം, എച്ചിൽ പാത്രം എത്രയും പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് ഒരു വീട്ടിന്റെ ഐശ്വര്യമെന്ന് അറിയാത്ത സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ച് ആൾക്കാർ. ആണുങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല, അവൻ ഇത് മാത്രമേ അറിയുള്ളൂ, മറ്റേ പരിപാടി അറിയില്ലല്ലേ? അങ്ങനെയുള്ള ബിരുദന്മാരോട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങളും അറിയണം. ഇത് മാത്രം പോരാ, ഇതിന് ഇങ്ങനെയും കൂടി ആക്കി വെച്ചാലാണ് ആ വീട്ടിൽ ഒരു ഐശ്വര്യത്തിന് ഒരു കാര്യം കൂടി ഉണ്ടാവുക. അറിയാലോ? എന്നിട്ട് അത് പാലിക്കാത്തത്ര പേരുണ്ട്. അതാത് സമയത്ത് ചെയ്യുന്നവരുണ്ടോ? പിന്നേക്ക് മാറ്റി വെക്കുന്നവരില്ലേ? അപ്പൊ അറിയാഞ്ഞിട്ടല്ലല്ലോ, അല്ലെ? ഉണ്ട്, ഇല്ലാത്തവരില്ല, അങ്ങനെ ആരും ഇല്ല എന്ന് പറയരുത്. കുറച്ച് കഴിഞ്ഞ് പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നവരുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഡെയിലി ചെയ്യുന്നല്ല. രാവിലെ കഴിച്ചത് വൈകിട്ടാകുമ്പോൾ കഴുകി വെച്ചിട്ട് ഡെയിലി ആയിട്ട് കാര്യമില്ല. ഡെയിലി ചെയ്യാറുണ്ട്. രാവിലെ കഴിച്ചു, നമ്മുടെ ഡെയിലി വൈകിട്ടാകുമ്പോൾ ചെയ്യുന്നത് അത് കഴിഞ്ഞു. അന്നേരം തന്നെ ചെയ്തു വെച്ചില്ലെങ്കിൽ അതിന് അർത്ഥമില്ല. എച്ചിൽ
അതുപോലെ തന്നെ കൈ കഴുകുക എന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ. ഞാനത് ഉദാഹരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് അത് നമുക്ക് അറിഞ്ഞിട്ടും ചിലപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാത്ത പോലെ. അപ്പൊ അതുപോലെയാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജം നമ്മൾ വീട്ടിലും മനസ്സിലും ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാവും. നമ്മൾ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ തത്വങ്ങളല്ല, വളരെ ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രം. കുറേ പറഞ്ഞ് നിങ്ങളെ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇത് തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളും, ക്രിസ്ത്യാനിറ്റി എടുത്താലോ ഹിന്ദു മതം എടുത്താലോ ഇസ്ലാമിസം എടുത്താലോ ബുദ്ധമതം എടുത്താലോ ജൈനമതം എടുത്തു കഴിഞ്ഞാലോ ഇതിലെല്ലാത്തിലും ഇപ്പൊ പിന്നെന്താ മറ്റേതും എടുത്തോട്ടെ, എല്ലാം എടുത്താലും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ട് നമുക്ക്. അതായത് നെഗറ്റീവ് എനർജിയെ നമ്മളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനം കോമൺ ആയിട്ട് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ആ സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കട്ടെ. വളരെ കോമൺ ആയിട്ട് സാധനം, അതെല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യും. അത് തന്നെ നമ്മൾ മറ്റൊരു കഴിക്കാൻ ഉപയോഗിക്കുന്നു അല്ലെ? നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഗോമൂത്രമൊന്നും ലോകത്ത് മൊത്തം ഒന്നും ഉപയോഗിക്കുന്നില്ല അനിലെ. കാലം എവിടെ പോയി? ഗോമൂത്രം ആകെ ഇന്ത്യയിൽ മാത്രമേ ഉപയോഗിക്കൂ, ലോകത്തെല്ലായിടത്തൊന്നും ഇല്ല. ഹിമാനിൽ സോൾട്ട് എല്ലാ ലോകത്ത് എല്ലായിടത്തും കോമൺ ആയിട്ട് അംഗീകരിക്കപ്പെട്ട ശുദ്ധീകരണത്തിലുള്ള ഒരു സാധനമാണ്. ശാസ്ത്രീയമായിട്ടും തെളിയിച്ച കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്. അത് ശുദ്ധീകരണവും വിശുദ്ധീകരണവും രണ്ടും ഒരേപോലെ നടക്കുന്ന കാര്യം അതിൽ പറ്റും. അതായത് നമുക്കുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്തുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കല്ലുപ്പിനുണ്ട്. കല്ലുപ്പിന് മാത്രമാണ് അങ്ങനെ കപ്പാസിറ്റി ഉള്ളത്. ഏത് തരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടായാലും അതിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കല്ലുപ്പിനുണ്ട്. ഉപ്പ് അത് കല്ലുപ്പായാലും മറ്റേതായാലും ഉപ്പിന്റെ അത് ഇതിനില്ല. നമ്മുടെ എന്താ പറയാ, സോൾട്ട് അത് നമ്മുടെ സീ സോൾട്ടിന് മാത്രമേ ഇതുള്ളൂ. മറ്റേ സോൾട്ടുകൾക്ക് അത്തരം ഗുണങ്ങളില്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന് കുറെ ഘടകങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു പോകുന്നില്ല. അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യകത ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ടെക്നിക്ക് കല്ലുപ്പായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരുപാട് മതങ്ങളും ഒരുപാട് സംഹിതകളൊക്കെ ചെയ്താണ്. നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നും ഇത് പ്രാക്ടീസ് ചെയ്ത 3 ദിവസം മതി. 3 ദിവസത്തിനകത്ത് നിങ്ങളുടെ ആ വിഷയം, ഞാനതിനെ മാറ്റി എന്നെ വിഷയം എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, ആ വിഷയം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. 100% 1% പോലും നിങ്ങൾ അതിന് ഡൗട്ട് വെക്കേണ്ട ആവശ്യമില്ല. അത്രയും വർക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ജുനിയൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നിങ്ങൾ പറയുന്നത്. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യുക. ഇനി ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത്, ബാക്കി തത്വങ്ങളിലേക്കൊന്നും പോയിട്ട് നമ്മളില്ലല്ലേ, ഓരോ മതത്തിൽ പറഞ്ഞതും മറ്റ് ശാസ്ത്രീയമായി പറഞ്ഞതും ഒന്നും പറഞ്ഞ സമയം എടുക്കുന്നില്ല. കാരണം അതിന്റെ ആവശ്യകതയില്ല. നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതിയല്ലോ അല്ലെ. ഇത് വിശ്വസിക്കാവുന്ന ശാസ്ത്രീയമായി തന്നെ നമുക്ക് പറയാവുന്നതാണ് സോൾട്ട് കൊണ്ടുള്ള ഗുണം. കഴിക്കുമ്പോഴും എല്ലായിടത്തും മുമ്പ് ഇപ്പൊ കുളിക്കാൻ പനി വന്നു കഴിഞ്ഞാല് മറ്റു പുറത്തെവിടെയും പോയി വന്നാല് ഒക്കെ നമുക്ക് കുളിക്കുമ്പോൾ കല്ലുപ്പിട്ടൊന്ന് കുളിക്കണം എന്നൊക്കെ പറയും. പിന്നെ തൊണ്ട ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പറയാം, ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നാൽ അല്ലെ, ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരിക എന്ന് വെച്ചാൽ എന്താ, നെഗറ്റീവ് അവിടെ ബാഡ് ബാക്ടീരിയസ് വന്ന് അറിയല്ലേ, ഡോക്ടർ എന്താ പറയാ, കുറച്ച് ഉപ്പ് വെള്ളം ഇട്ടിട്ട് ഒന്ന് ഗുളുഗുളു ആക്കിയാൽ മതി, മാറുമെന്ന് പറയാറില്ലേ. എന്താ, സോൾട്ടിന് ഗുണമുള്ളതുകൊണ്ടല്ലേ. പറയാത്ത ഡോക്ടർമാർ പൊതുവെ കുറവാണ്. എല്ലാ ഡോക്ടർമാരും നിങ്ങൾ ഒന്ന് ഉപ്പ് വെള്ളം ഇട്ടിട്ട് കുളിക്കുക, അതും കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം. ഏറ്റവും നല്ലത് കല്ലുപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് ഇപ്പൊ വേണം, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട കുറച്ച് കല്ലുപ്പ് നിങ്ങൾ വാങ്ങിക്കണം. അതായത് നല്ല നാടൻ കിട്ടുന്ന കല്ലുപ്പ് എടുക്കുക. നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ ഒരു പേപ്പറിൽ എഴുതുക. പച്ച മഷി പെന്നുകൊണ്ട് നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പേപ്പറിൽ എഴുതുക. എന്താണ് വിഷയം എഴുതുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, വേണ്ടാത്തതൊന്നും എഴുതിക്കരുത്. അയൽവക്കത്തെ അവൾ ഇന്നലെ എന്നെ നോക്കി ചിരിച്ചില്ല, അതുകൊണ്ട് അവൾ മുടിഞ്ഞു പോട്ടെ എന്നൊന്നും എഴുതി വെക്കരുത്. ദയവ് ചെയ്ത് എഴുതി വെക്കുക. അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും അല്ല പ്രശ്നങ്ങൾ കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആരും ദയവ് ചെയ്ത് എഴുതി വെക്കല്ലേ. യഥാർത്ഥത്തിൽ എന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഒരു എന്താ പറയുക, ഇപ്പൊ ജോലി, നേരത്തെ പറഞ്ഞു ജോലിയുടെ ഇന്റർവ്യൂ കാർഡ് വരുന്നില്ല, നമുക്കതിപ്പോ വന്നേ പറ്റുള്ളൂ. അത് വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ ഇന്റർവ്യൂ കാർഡ് വരാത്തതിന്റെ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ.
ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് ആരെങ്കിലും നമ്മളെ അങ്ങനെ 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 എങ്ങനെ ഇപ്പൊ എനിക്കറിയില്ല എന്താ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും ഉദാഹരണം പറയാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്ന പ്രശ്നം? എനിക്ക് പ്രശ്നങ്ങൾ എന്റെ മുമ്പിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനേ പറ്റില്ല. ആരെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറയാൻ പറ്റും? ഇപ്പൊ ആരും അൺമ്യൂട്ട് ചെയ്ത ഒരാള്? ട്യൂഷൻ ക്ലാസ്സിലേക്ക് കുട്ടികൾ വരണം. പ്രശ്നങ്ങൾ പറ. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം, അല്ലെ? കോൺസെൻട്രേഷൻ ഇല്ല. അപ്പോ എഴുതിക്കൊള്ളുക, എനിക്ക് വർക്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തത് എന്നെ ബുദ്ധിമുട്ടാക്കുന്നു. ഇങ്ങനെ എഴുതുക, എനിക്ക് വർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്ത എന്നെ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് ഈ പേപ്പറിൽ എഴുതുക. 1, 2, 3 കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, മകന്റെ വിവാഹം പറഞ്ഞു. അപ്പൊ മകന്റെ വിവാഹത്തിന് തടസ്സങ്ങളുള്ളത് മാറണം എന്ന് എഴുതുക. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മകന്റെ വിവാഹത്തിനുള്ള തടസ്സങ്ങളൊന്ന് മാറ്റണം എന്ന രീതിയിൽ എഴുതുക. ബിസിനസ്സിൽ ഉയർച്ച കിട്ടുന്നില്ല, എന്റെ ബിസിനസ് ക്ലാസ്സിൽ ചേർന്നോളൂ, ബിസിനസ് മാസ്റ്റർ അമ്പലത്തിൽ ചേർന്നോളൂ, അവിടെ അതിന് പരിഹാരമുണ്ട്. ഇതൊന്നും എഴുതി നിങ്ങൾ സമയം കളയണ്ട, അങ്ങോട്ട് പോരി. ബിസിനസ് ഉയർച്ച കിട്ടണമെങ്കിൽ കടം കൊടുത്ത രൂപ തിരിച്ചു കിട്ടണം. ഈ വാക്ക് എന്താന്ന്, വാക്കിന്റെ ശക്തി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ വാക്കിന്റെ ശക്തി ശരിക്കും മനസ്സിലാവണേ. കടം കൊടുത്ത രൂപ തിരിച്ചു കിട്ടണം. അവിടെ എവിടെയെങ്കിലും പന്തി കേട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് പണമാണോ കൊടുത്തത്, കടമാണോ കൊടുത്തത്? നിങ്ങൾ പണമല്ലേ കൊടുത്തത്. അപ്പൊ നിങ്ങളത് കടം എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പണം മാത്രമാണ് കൊടുത്തത്. നിങ്ങൾക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ പോരെ? കടം കൊടുത്ത പണം തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന വാക്കിന്റെ വ്യത്യാസം. കടം എന്ന് പറയുമ്പോൾ തന്നെ അത് കിട്ടാത്ത ഒരു സാധനമായില്ലേ? ഇത് കടമായില്ലേ ഇവിടെ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് പൈസ കിട്ടുകയാണ്, കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ പോരെ? ഈ വാക്ക് ശരിക്കും അതിന്റെ ഊർജം അറിയാത്തതുകൊണ്ടാണ്. അതിന്റെ ഊർജം തിരിച്ചാ നിൽക്കുന്നത്. അപ്പൊ അത് അങ്ങോട്ടേ പോകുള്ളൂ. കടം 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 ഇങ്ങനെ പോകുള്ളൂ. ഇത് മാറ്റി പിടിക്കാത്തടത്തോളം ഇതാണ് ഞാൻ, നിങ്ങൾ ചിന്തകൾ മാറണം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇത് തെറ്റാണ്. പല കാര്യങ്ങളും തെറ്റാണ്. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാറില്ല. ഈ സാധനം ഇത് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആദ്യം പോകുന്ന കടത്തിലേക്കാണ്. അപ്പൊ കടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വൈബ്രേഷൻ ഉണ്ടാവുന്നത്? നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങൾ കടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം സന്തോഷം, കടം എന്ന് എന്ന് പറയൂ. ആരെങ്കിലും ഇല്ലല്ലോ, ആർക്കും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ കടം എന്ന് പറയുമ്പോ തന്നെ ബോഡി നേരെ നെഗറ്റീവ് വൈബ്രേഷനെ കൊണ്ടുപോകും. കൊടുത്ത പണം തിരിച്ചു കിട്ടുന്ന നമ്മൾ സമൃദ്ധിയിലേക്ക് പോകും. കാരണം ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ലേ കൊടുത്തത്. ഞാൻ റിച്ച് ആവും, ഞാൻ വൈബ്രേഷൻ ഹൈ ആവും. ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് ഞാൻ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാകുന്നത് സാറേ എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ പറയാൻ ആർക്കും മനസ്സിലാവില്ല. ഈ മാറ്റേണ്ടതിനെ പറ്റി ഞാൻ അവിടെ പഠിപ്പിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ പ്രോഗ്രാമിംഗ് ആണ് അവിടെ മാറേണ്ടത്. അപ്പോഴാണ് ഓക്കെ. അപ്പോ യെസ്, കിട്ടാനുള്ള പണം, അതാണ് എന്റെ മോന് ജോലി കിട്ടണം. ശരി. അപ്പൊ എന്താണോ അതിനെ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതുക. പച്ചമഷി പേനുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ എഴുതുക. എഴുതിയതിനു ശേഷം നിങ്ങൾ ശരിക്കും ഒരു ഉപ്പിട്ട ഉപ്പ് വെള്ളം വേണം. ഇപ്പൊ ഞാൻ ഈ ബോട്ടിൽ എടുത്ത് ഇതിലേക്ക് ഉപ്പ് ഞാൻ ഇടുന്നു. ഇപ്പൊ ഞാൻ ഉപ്പിട്ട വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് ഉപ്പിട്ട് ഉപ്പ് ഡ്രൈ ഉപ്പ് ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് എന്നിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് ശരിക്കും ഒന്ന് മിക്സ് ആക്കി സോൾട്ട് വാട്ടർ ആക്കുക. ശരി. ഇതിപ്പോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇവിടെ നിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഉപ്പോട് കടൽ വെള്ളം കോരി എടുക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. ഇത് ചെയ്യേണ്ട. കടൽക്കരയുള്ളവർ പോയിട്ട് കടൽ വെള്ളം കോരി എടുത്താൽ മതി. അതാണ് ഏറ്റവും ഉചിതം. ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് കടൽ വെള്ളം തന്നെയാണ്. ഡയറക്റ്റ് കടൽ വെള്ളം തന്നെയാണ്. എന്നിട്ട് ഈ എഴുതി വെച്ച് എന്താണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ എഴുതിയത്. എനിക്കൊരു വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എനിക്ക് എഴുതാനായിട്ട്? പ്രശ്നങ്ങളുണ്ടോ? ഞാൻ എഴുതിയിട്ടെ. എനിക്കൊരു പ്രശ്നങ്ങളില്ല എഴുതാനായിട്ട്. ഇല്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഉണ്ട് എഴുതാനായിട്ട്?
എല്ലാവർക്കും ഒന്ന് ടൈപ്പ് ചെയ്താൻ പറ്റുമോ? ഞാൻ എഴുതിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ ഉള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ എഴുതി, നിങ്ങളുടെ ഒരാളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എഴുതിയിടാം. ഓക്കെ, അത് ഞാൻ ആരെയാണ് എടുക്കുക നോക്കട്ടെ. ഇവിടെ ആരുടെ വിഷയത്തിനാണ് ഞാൻ അല്ല, അത് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് എല്ലാവരും നിന്നോളൂ. ആരെയാണ് കിട്ടുന്നത് നോക്കട്ടെ. റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് ഒരാളെ എനിക്ക് കൈവക്കാനൊന്നും എടുക്കണം, ഞാൻ ഇങ്ങനെ തപ്പിയെടുക്കും. അതിന്റെ പരിഹാരം 3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നു അല്ലേ? മൊത്തം നിങ്ങൾ ഒരാളെ എനിക്ക് കുറയാനും കൂട്ടാനും പറ്റില്ലല്ലോ അല്ലേ? 270 23 ആൾക്കാരിൽ ആരെയും എടുക്കണ്ടേ? നോക്കട്ടെ, നിങ്ങൾ ആരെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാന് വേണ്ടായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെ പറയണ്ടായിരുന്നല്ലേ, ഒരു വിഷയം ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞിട്ട് കൂടി ഇപ്പൊ അല്ല, ഒരാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാരും ഒന്നും പറ്റില്ല. എന്നാലും ഒരാളെ പരീക്ഷയൊന്നും വേണ്ടേ? ഓക്കെ, ശരി. ഞാന് നമ്മുടെ നിലവിൽ ഒരു ഹോസ്പിറ്റൽ കേസ് നമുക്കുണ്ട്. ഹോസ്പിറ്റൽ കേസല്ല, നിലവിൽ ഒരു കുട്ടിയുടെ ഇവിടെ ഇപ്പൊ പങ്കെടുക്കുന്നില്ല, പുറത്താണുള്ളത്. ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനും കുറച്ച് ദിവസമായിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും തൽക്കാലം നിങ്ങൾക്ക് വേണ്ട എല്ലാം എഴുതിക്കോളൂ. ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എഴുതാം. 3 ദിവസം കൊണ്ട് ആ കുട്ടിയുടെ ലൈഫിൽ ഒരു ചേഞ്ചസ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കാര്യം പറയാം എന്താണെന്ന്. 3 ദിവസം കൊണ്ട് ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഞാൻ അടുത്ത 3 ദിവസം ഇതേ പ്രാക്ടീസ് ചെയ്യും. നിങ്ങളെ മുമ്പെന്നാണ് ഇത്തിരി ആൾക്കാർ മുമ്പെന്ന് പറഞ്ഞത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ആ കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടാണ് എന്നെ സംബന്ധിച്ചത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഞാനത് ശരിയാക്കും എന്ന് 100% പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി തന്നെ ഞാൻ ചെയ്യാം. ഞാൻ നിങ്ങളുടെ മുമ്പ് അത് എഴുതിയിട്ട് വിടുന്നു. മൂന്ന് ദിവസം ആകുമ്പോൾ 16, 17, 18, 19-ാം തീയതി റിസൾട്ട് കിട്ടും. 19/7/2000. എനിക്കൊറ്റ ഒന്ന് വേണം, 2-3 എഴുതാം. ഞാനിപ്പോ തൽക്കാലം ഒന്ന് മാത്രമേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്യും. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ഈ ഉപ്പ് വെള്ളത്തിൽ, ശരിക്കും ഉപ്പ് കലങ്ങിയിട്ടില്ല, എൻ്റെ ഇവിടെ കല്ലുപ്പായതുകൊണ്ട് ഒച്ചെണ്ണം ഇടും. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഈ സാധനത്തിലേക്ക് എഴുതിയ കാര്യത്തെ നിങ്ങൾ ഒന്ന് 2 മിനിറ്റ് കണ്ണടച്ചിട്ട് ഇത് മാറിയതായിട്ട്, അതായത് എന്താണോ നിങ്ങളെ പ്രശ്നം അതാണ് ഇവിടെ എഴുതേണ്ടത്, അത് മാറിയതായിട്ട് പൂർണ്ണമായി സങ്കല്പിച്ചുകൊണ്ട്, അത് മാറിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മാറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് മാറിയാൽ നിങ്ങൾക്ക് എപ്രകാരം ഉണ്ടാവും എന്നുള്ള സന്തോഷത്തെ ഫീൽ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ നമ്മൾ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് ഒഴിവാക്കുന്നു. ഇപ്പൊ പ്രശ്നം എന്റെ കയ്യിലാണുള്ളത്, സമയമൊന്നുമില്ല, ഇത് ചെയ്യാൻ സമയം നിങ്ങൾക്ക് എപ്പോൾ വേണം ചെയ്തോളൂ, ഒരു വിഷയമില്ല. ഒരു കഴിവതും എഴുതുമ്പോൾ പെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന മഷി വേണം എന്ന് മാത്രമേ ഉള്ളൂ. പച്ച വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നീലയായാലും കുഴപ്പമില്ല. പക്ഷെ മഷി അലിഞ്ഞു പോകുന്ന മഷി ആയിരിക്കണം എന്നൊരു നിർബന്ധമുള്ളൂ. രാവിലെ എഴുതിയിട്ട് വൈകുന്നേരം വെള്ളത്തിലിടരുത്, അപ്പൊ പിന്നെ മഷി കുറെ നേരം പറ്റി നിൽക്കും, അതുകൊണ്ട് മഷി അലിഞ്ഞു പോകില്ല. അപ്പൊ അതുകൊണ്ട് എഴുതിക്കോ, മകന്റെ അസുഖം മാറി കിട്ടണമെന്ന് എഴുതിക്കോ, മകന്റെ അസുഖം മാറി അസുഖത്തിനെ പറ്റിയിട്ടാണ് എഴുതിക്കോ. അപ്പൊ കിട്ടി എന്നല്ല എഴുതേണ്ടത്, ആ പ്രശ്നമാണ് എഴുതേണ്ടത്. എന്താണ് പ്രശ്നം? ആ പ്രശ്നത്തെ അല്ലേ നമ്മൾ വെള്ളത്തിലിട്ട് കളയുന്നത്, പ്രശ്നത്തെയാണ് ഉപ്പുവെള്ളത്തിലിടുന്നത്. കിട്ടി എന്നതിന് ശേഷം, എഴുതിയതിനു ശേഷം പിന്നെ കിട്ടി എന്ന് തീരുമാനിക്കണം. അതായത് പ്രശ്നം ഇതാണ്,
ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാണ് ഫീൽ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കിട്ടി അതിനെ കൃത്യമായി നമ്മൾ ഈ പ്രശ്നം ഇതാണ്, പ്രശ്നം ഞാനിവിടെ എഴുതിയതിനു ശേഷം ഞാൻ പറഞ്ഞു വരാം എത്ര സമയം ചെയ്യണമെന്നൊക്കെ. നിങ്ങൾ തിരക്കൂട്ടല്ലേ, അപ്പൊ ഇത് പറഞ്ഞു തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിനെ വെള്ളത്തിൽ എടുത്തതിന് ശേഷം കണ്ണടച്ച് ഇത് ശരിക്കും അത് മാറിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ സംഭവം 3 ദിവസമല്ലേ ഞാനിപ്പോ പറഞ്ഞത്, 3 ദിവസത്തിനകത്ത് അത് മാറിക്കഴിയുമ്പോൾ എപ്രകാരമാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ആ ഫീലിംഗ് ഇവിടെ കൊണ്ടുവരിക. അതായത് നിങ്ങൾക്കിപ്പോ നല്ല ഒരു പ്രശ്നത്തെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. അത് കംപ്ലീറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സറണ്ടർ ചെയ്തു. യൂണിവേഴ്സിറ്റി സറണ്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ സോൾട്ട് വാട്ടറിൽ ഇടുന്നത്. അപ്പോൾ അത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല, പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ലല്ലോ അല്ലെ. നമുക്ക് കിട്ടി എന്നതിലേക്ക് പിന്നെ നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ കിട്ടിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകും, കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടിയ സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇതിനെ നിക്ഷേപിക്കുക. ആ പേപ്പറിനെ അവിടെ തന്നെ ഇട്ടേക്കുക. ഇത് കഴിഞ്ഞു. ഈ സാധനം 3 ദിവസത്തേക്ക് എത്ര പേപ്പർ വേണം നിങ്ങൾ പേപ്പറിൽ ഇടുന്ന ഇത്ര വലിയ പാത്രം എടുത്താൽ അത്രയും ഇട്ടോളൂ, നോ പ്രോബ്ലം. തിരിച്ചൊന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കാം. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം കൊണ്ടുപോയി പുറത്ത് കളയണം. ആ വെള്ളം കൊണ്ടുപോയി തെങ്ങിന്റെ മരട്ടേക്ക് ഒഴിക്കാന്നൊന്നും ചോദിച്ചേക്കരുത്. കളയണം, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞേക്കണം. കാരണം അത് നെഗറ്റീവായ സാധനമാണ്. ആ വെള്ളം പൂർണ്ണമായിട്ട് കറിക്കൊക്കെ ഉപയോഗിക്കാമെന്നും കരുതിയേക്കരുത്. പശുവിന് വെള്ളം കൊടുക്കുന്നതിന് കൂടെ ചേർക്കാമെന്നും പറഞ്ഞിട്ട് ആരും കൊടുത്തേക്കരുത്. അങ്ങനെ ഒന്നും ചെയ്യരുത്. പുറത്ത് വേസ്റ്റിൽ കളയുക തന്നെ വേണം. ഒരേ വെള്ളം 3 ദിവസം ഒരേ വെള്ളം. 3 ദിവസത്തേക്കാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. 3 ദിവസം ഒരേ വെള്ളം മാറ്റണ്ട. 3 ദിവസം അത് ഇട്ടുക, 3 ദിവസം കഴിഞ്ഞിട്ട് കളഞ്ഞോളൂ. 100% നിങ്ങൾക്ക് ആ വിഷയം മാറിയിരിക്കും എന്നുള്ളത് പല 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 പ്രഗത്ഭരും പല മതങ്ങളും പല സംഹിതകളും പല അടിസ്ഥാന ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്ന കാര്യമാണ്. ദിനേശ് മുങ്ങത്ത് കണ്ടുപിടിച്ചതൊന്നും അല്ല. അതുകൊണ്ട് ആരും ഇനി കയറണ്ട. ഡെയിലി വിൽ ഹാവ് ടു റൈറ്റ്. 3 ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ ഡെയിലി എന്താ ഉദ്ദേശിക്കുന്നത്? 3 ദിവസം എഴുതണം. 3 ദിവസം എഴുതുക, എന്നിട്ട് മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. ഭർത്താവിന്റെ മദ്യപാനം പൂർണ്ണമായും മാറ്റാം. ഇപ്പൊ തന്നെ എഴുതിക്കോ, ഇന്ന് തന്നെ കുടിക്കാതിരിക്കട്ടെ. ഇപ്പൊ തന്നെ എഴുതി ഉപ്പിലിട്ടോ, ഇന്ന് തന്നെ കുടിക്കാതിരിക്കട്ടെ. കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്തിട്ട് ഇരിക്കുമ്പോ തോന്നട്ടെ ഇന്ന് കുടിക്കുന്നില്ല ഞാൻ തോന്നട്ടെ. ഇന്ന് നേരെ ഇപ്പൊ സമയമായി വന്നോ, കുടിച്ചിട്ട് വന്നോ, കുടിക്കാതെ വന്നോ. എഴുതിയ പേപ്പർ ഇടുക, അതോടെ അങ്ങ് കളഞ്ഞേക്കുക. എഴുതിയ പേപ്പർ എഴുതിയത് അലിഞ്ഞു പോകുമല്ലോ, അത് അങ്ങനെ കളഞ്ഞേക്കുക. പിന്നെ നിങ്ങൾ നോക്കണ്ട നെഗറ്റീവായ സ്ഥാനത്ത്. പിന്നെ നിങ്ങൾ നോക്കുന്നെന്തിനാ, നിങ്ങളും കളഞ്ഞേക്കുക. 3 ഡേയ്സും 3 കാര്യങ്ങൾ എഴുതുന്നതോ അല്ല, ഒരേ കാര്യം 3 ദിവസം എഴുതുക. ഒരേ ദിവസം പരിഹാരം കിട്ടിയാൽ പിന്നെ അടുത്ത 3 ദിവസം അടുത്ത ദിവസം എടുത്തോളൂ. 3 ദിവസം വരെ കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് പരിഹാരം കിട്ടിയ സന്തോഷം. പിന്നെ വേണമെങ്കിൽ വീണ്ടും ചെയ്തോ, വേണമെങ്കിൽ ചെയ്യണ്ട. കിട്ടാനുള്ള കാശ് കിട്ടി എന്നാണോ എഴുതേണ്ടത്? കിട്ടാനുള്ള കാശ് കിട്ടുന്നത് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവാണോ? പൈസ കിട്ടണം എന്നല്ലേ എഴുതേണ്ടത്. എനിക്ക് അവർ തരാനുള്ള കാശ് തരണം എന്നല്ലേ നിങ്ങളെ സംബന്ധിച്ച് എഴുതേണ്ടത്. മടക്കേണ്ട പേപ്പറിന് കണ്ടീഷൻ ഒന്നുമില്ല. വെറുതെ വെള്ളത്തിൽ മുക്കാണ് ചെയ്യുന്നത്. ചെറിയ പേപ്പർ എടുക്കുക, അങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. അതെങ്ങനെ വേണം കിട്ടോ. നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ പേപ്പർ അലിയോ? പേപ്പറിൽ എഴുത്ത് അലിഞ്ഞു പോകില്ലല്ലോ. പേപ്പറിൽ എഴുത്ത് അലിഞ്ഞു പോകുന്ന രീതിയിൽ എഴുതണം കേട്ടോ. ഓരോ കാര്യങ്ങൾക്കും വേറെ വേറെ പേപ്പർ. ഒരു പേപ്പറിൽ എഴുതിയാലും വിഷയമൊന്നുമില്ല. ഒരു പേപ്പർ ഇപ്പോൾ വലിയൊരു പേപ്പറിൽ ഒരു A4 പേപ്പറിൽ മുഴുവൻ എഴുതിയിട്ട് ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ സുഹൃത്തെ. ചെറിയ ചെറിയ പേപ്പറിൽ എഴുതിയാലേ ആ ക്ലാസ്സിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ വലിയ കുടം മേടിച്ചു നോക്കേണ്ടി വരുമല്ലോ. വലിയ പേപ്പറിൽ ഇത്രയും പേപ്പർ എഴുതാനുണ്ട്. കുറച്ച് മതി കേട്ടോ. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉപ്പ് വെള്ളത്തിലല്ല വേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും കടലിൽ കൊണ്ടുവിട്ടോ, കുഴപ്പമില്ല. എല്ലാ ദിവസവും ഉപ്പ് വെള്ളത്തിലാണോ ഇടേണ്ടത് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇല്ല എന്ന് എഴുതിട്ട് നേരെ ഓടിപ്പോയി കടലിൽ കൊണ്ടുപോയിട്ടോ. അതും 2 വർക്ക് ചെയ്യും, നോ പ്രോബ്ലം. ഓക്കെ. മൂന്ന് ദിവസവും വെള്ളം എടുക്കേണ്ട. 1 ദിവസം എടുത്താൽ മതി. 1 ദിവസം എടുത്ത വെള്ളത്തിലേക്ക് 3 ദിവസം ഇട്ട് വെക്കുക. 3 ദിവസം ചെയ്യുക, എന്നിട്ട് പിന്നെ ആ വെള്ളം കളഞ്ഞേക്കുക കേട്ടോ. ഇത് നിങ്ങൾ 1-2 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കടലിനടുത്താണ്. നിങ്ങൾ കടലിൽ ചാടണ്ട, ഇതും കൊണ്ടുപോയി കടൽ ചാടണ്ട. നിങ്ങളെ സാധനത്തിൽ കടൽ ചാടിയാലും മതി, പുഴത്തിലേക്ക് ഇടാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ സാറിനിപ്പോ അടുത്ത് ചോദിക്കും, സാറേ ഞാനും ചാടണോ, ഈ പേപ്പർ മാത്രം ചാടിയാൽ മതി എന്ന് ചോദിച്ചേക്കരുത് കേട്ടോ വെള്ളത്തിലേക്ക്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യുക. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഓക്കെ.
നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങളൊന്നും വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഒരു കാര്യമില്ല, ഇത്രയും ഇതിനകത്ത് ഇട്ടാൽ മാത്രം മതി, അതിന് വിശ്വസിച്ച് അങ്ങ് ചെയ്തേക്കാം. അനാവശ്യമായ സംശയങ്ങൾ എന്തിനാ അതിനകത്ത്? ഒന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യുക. എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ പറയാൻ മറ്റു കാര്യം പറയും. ഈ ഉപ്പിന് ഒരുപാട് നെഗറ്റിവിറ്റീനെ അബ്സോർവ് ചെയ്യാനും അതിനെ ഡൈല്യൂട്ട് ചെയ്താണ് കഴിവുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വീട്ടിലൊക്കെ നമുക്ക് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടെങ്കിലൊക്കെ വീട്ടിൽ പല സ്ഥലത്തും ഈ ഉപ്പ് വെക്കുന്നത് വളരെ 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 എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. വാസ്തുപരമായിട്ടും നമ്മുടെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന എനർജിയൊക്കെ കളയാനും, നിങ്ങളൊക്കെ ബെഡ്റൂമിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കുപ്പി ഗ്ലാസ്സിൽ ഉപ്പ് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത് നമ്മൾ അവരുടെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കും. അതിനെപ്പറ്റി മുന്നേ ദിവസം ക്ലാസ് പറയാം. അത് വളരെയധികം എഫക്റ്റീവാണ്. നമ്മളൊക്കെ ശരിക്കും ഈ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പല ടൈപ്പ് ആൾക്കാർ വരില്ലേ, അവർ പോലും അറിയാതെ അവരിൽ നെഗറ്റീവ് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങളിൽ കൊണ്ട് തന്നെയാണ്. പ്രകൃതിയുടെ ഓരോ കഴിവുകളാണ് ഇതൊക്കെ. അത് വലിയ ഗുണം ചെയ്യും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ 3 ദിവസം കൊണ്ട്, പ്രശ്നങ്ങൾ അല്ലെ, അത്ഭുതങ്ങളല്ല പ്രശ്നങ്ങളെല്ലാം 3 ദിവസം കൊണ്ട് എല്ലാം ഒഴിഞ്ഞു പോട്ടെ. ഇങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് നിലവിലുള്ള പ്രശ്നത്തെ ഇന്നത്തോട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട്, ഞങ്ങൾ ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടൊന്നുമല്ല ഒഴിവാക്കുന്നത് കേട്ടോ. നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ട് അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് ഇന്ന് ഇവിടെ പങ്കെടുത്ത 276 ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം. നിങ്ങൾ കയറിക്കൊള്ളൂ കേട്ടോ, ഫ്രീ ആയിട്ട് ആ കമ്മ്യൂണിറ്റിക്കകത്ത് കയറി. എന്നിട്ട് നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ എക്സിറ്റ് ചെയ്തോളൂ. കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ മെസ്സേജുകളെല്ലാം കമ്മ്യൂണിറ്റിയിൽ വരും. മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലല്ല, ഫ്രീ കമ്മ്യൂണിറ്റി. ഇപ്പൊ 2 കമ്മ്യൂണിറ്റി ഉണ്ട്, മെമ്പേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. ഫ്രീ കമ്മ്യൂണിറ്റിയിൽ അതായത് നമ്മുടെ ലാൻഡിംഗ് ഗ്രൂപ്പിൽ അവിടെയും മെസ്സേജുകളൊക്കെ വരും. ഈ ഫ്രീ ക്ലാസ് വരില്ല എന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഓഫറും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. അവിടേക്ക് മാത്രമേ നമുക്ക് ഇപ്പൊ നിങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിലേക്ക് ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇപ്പോൾ ഇവിടെ ഇട്ട് തരാം. എവിടെയാണ് ലിങ്ക്? അവിടെ പോയി പ്രസിദ്ധ ലിങ്ക് തരുമോ? അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക് വീണ്ടും പറയുന്നു, ഞാൻ കമ്മ്യൂണിറ്റി ഫ്രീ ലാൻഡിംഗ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ യൂട്യൂബിന്റെ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിക്കോളൂ. നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാം. ചെറിയ ചെറിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങളിൽ അറിയാം. അതിലൂടെ നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റും, കാര്യങ്ങൾ അറിയാൻ പറ്റും. പ്രസിദ്ധ ഒന്ന് ആ ലിങ്ക് ഉണ്ടോ? കമ്മ്യൂണിറ്റി ലിങ്ക് അവിടെ എടുക്കാൻ പറ്റും, എടുത്തോ. അല്ലെങ്കിൽ ഞാൻ ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പൊ തരാം. കമ്മ്യൂണിറ്റി അതിന്റെ വാട്സപ്പ് കണക്ട് ആയിട്ടില്ല കമ്പ്യൂട്ടറിൽ. പിന്നെ നമ്മുടെ യോഗയുടെ ക്ലാസ്സുകളൊക്കെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. വളരെ 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 നന്നായിട്ട് പോകുന്നുണ്ട്. ആ വാട്സപ്പ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഓക്കെ, വെയിറ്റ്. യോഗ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടന്നു പോകും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു നല്ലൊരു ദൈവികമായിട്ടുള്ള നല്ലൊരു യോഗ ടീച്ചറെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകും. യോഗ ചെയ്യുമ്പോഴൊക്കെ നല്ലോണം പലർക്കും വിഷയം ഉണ്ടാവുന്നു. നമുക്ക് അങ്ങനെ ഒരു വിഷയവും ഇല്ലാത്തത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ ടീച്ചറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് യോഗ ജോയിൻ ചെയ്യുന്നവർ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യണം. മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുന്ന മെഡിറ്റേഷൻ ഞാൻ ഈ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ പറ്റുന്നവരൊക്കെ വേണ്ടവർ, കയറാത്തവരൊക്കെ കയറിക്കോളൂ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ലിങ്ക് നോക്കും. ചാറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, പെട്ടെന്ന് കയറുന്നവർ കയറിക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ യൂട്യൂബിൽ കാണുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. യൂട്യൂബിലെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. യെസ്, അപ്പോ ഓക്കെ. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഡൗട്ട് ചോദിക്കാറുണ്ട്, ചോദിച്ചോളൂ. പ്രസീത, അത് ലിങ്ക് തെറ്റാണ് പ്രസീത. അതല്ലല്ലോ പ്രസീത കൊടുക്കും. ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ ഫ്രീ സെഷന്റെ ലിങ്കാണ് പ്രസീത നമ്മൾ കൊടുക്കാൻ പറഞ്ഞത്. നീ കൊടുത്തത് മറ്റേ നമ്മുടെ മെമ്പേഴ്സിന്റെ ലിങ്കാണ്. അതായത് ഫ്രീ സെഷൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് മാസ്റ്ററി ലാൻഡിംഗ് ഗ്രൂപ്പ് എന്നിട്ടില്ലേ, നമ്മുടെ മനസ്സൊരു വിസ്മയത്തിന്റെ ആണ് അവിടെ ഫോട്ടോ ഉള്ളത്. ആ ഫോട്ടോ ആണ് മനസ്സൊരു വിസ്മയത്തിന്റെ ഫോട്ടോ ഉള്ള ഗ്രൂപ്പാണ്. ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കയറാനുള്ളത്. മറ്റത് മെമ്പേഴ്സിന്റെ ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റുമോ സാറേ? പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റുമോ? ബോട്ടിൽ എന്തിനാ സാറേ? ഉപ്പ് വെള്ളമാക്കാൻ. ഉപ്പ് വെള്ളാക്കാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റും. പെട്ടെന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചു നോക്ക്. ഞാൻ ഇപ്പൊ മെസ്സേജ് ഇട്ടത് പനി അടിച്ചു കിട്ടും.
സാർ ഞാൻ ഉപ്പ് സാറ് പറഞ്ഞായിരുന്നു കേട്ടോ, ഈ കട്ടിലിന്റെ 2 കാലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ ഉപ്പ് വെള്ളം വെക്കുന്ന കാര്യം. അപ്പൊ അത് ഞാൻ പേപ്പർ കപ്പിലാണ് വെച്ചിട്ട് അന്ന് പറഞ്ഞതാ, പിന്നെ മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റണോ വേണ്ടോ എനിക്ക് അറിയത്തില്ല. ഉപ്പ് വെള്ളം വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അതിനോട് ഉപ്പ് വെള്ളമല്ല, സോറി, ഉപ്പ് വെള്ളം വേണ്ട, പരലുപ്പ്. കണ്ട പരലുപ്പാ വെച്ചേക്കുന്നത്. ചോദിച്ച എന്നോട് വാങ്ങിക്കുന്നത് പറഞ്ഞല്ലേ, ഞാൻ ഉപ്പ് വെക്കാൻ പറഞ്ഞപ്പോ ഉപ്പ് വെള്ളം വെച്ചത് അല്ല. ഇപ്പൊ താറില്ല, വെള്ളത്തിന്റെ കാര്യം പറയില്ല, അപ്പൊ ആ മൈൻഡ് ആയി പോയി, സോറി. ഉപ്പ് പരലുപ്പാ വെച്ചേക്കുന്നേ. അത് മാറ്റോടെ എന്തെന്നറിയാം, അത് പോയി നോക്ക്, അവിടെ വെള്ളം ഉണ്ടോ നോക്ക്, ഉപ്പ് ഉണ്ടോ നോക്ക്. ഉപ്പ് അതുണ്ട്, ഞാൻ എപ്പോഴും 2 കട്ടിലടിയല്ലേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. 2 കട്ടിലെ കാര്യമൊന്നും ഇപ്പൊ നമ്മളോട് പറയണ്ട, പുറത്ത് പറയണ്ട, ഒന്നും ഇല്ല സാറേ. നമ്മള് 4 കാലല്ലേ, ഇപ്പൊ 2 ഫ്രണ്ടും ബാക്കിലോട്ട് ഈ 2 കണ്ട ഇടയില്ലാതെ വെച്ചിരിക്കുന്നേ. എന്റെ സജീവെ, ആരാ കട്ടിൽ 4 കാലുണ്ടെന്നൊക്കെ പറയുന്നേ? 4 കാലല്ലേ സാറേ? എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ എന്താ വിഷയം? മാറ്റണോ? നീ ഇപ്പൊ എന്ത് ചോദിക്കാൻ വന്നത് അത് പറ. ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ്, എനിക്കറിയാം അന്ന് വെച്ച സാറ് പറഞ്ഞ അന്നാ വെച്ചതാ. എന്താ ചോദിച്ചത് അത് പറഞ്ഞേ, അവിടെ വെച്ചോ വെച്ചില്ലേ എന്നല്ല എന്റെ വിഷയം. ഇപ്പൊ എന്നോട് എന്താ ചോദിക്കാൻ? അത് മാറ്റണോ വേണ്ടയോ എന്നുള്ള സംശയം ചോദിച്ചത്. ഞാൻ മെസ്സേജ് അയച്ചാറുണ്ട് സാറിന്. ഇപ്പൊ ഞാൻ കിടന്ന് അവന് ഒരു കാര്യമില്ലാത്ത സമയം കളയാനായിട്ടോ. ഓക്കെ, ശരി. ഇതെല്ലാം എനിക്ക് 3 മാസമായെങ്കിൽ അല്ലല്ല, ഒരു മിനിറ്റ്, 3 മാസമായി അത് കളഞ്ഞിട്ട് പുതിയ ഉണ്ട് കേട്ടോ. സാർ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിന് എനിക്ക് ഏതൊരു ടെക്നിക്ക് ചെയ്യാൻ പറ്റൂലേ? പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്ത? നിന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഈ കാര്യം ഉണ്ടാക്കിയത്. എനിക്ക് മനസ്സിലായി സാർ, കണ്ടുപിടിച്ച് തന്നെ ഇതിനോട്. താങ്ക് യു. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എങ്കിലാണ് ഈ പ്രാണ സ്റ്റോണിലെ സാർ കാലിക്കറ്റില് വരുന്നവർക്ക് അത് പ്രത്യേകം പറയേണ്ടതുണ്ടോ? പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ കിട്ടൂല. അത് ശരി, ഓക്കെ. അതവിടെ പറയാത്തവർക്ക് കൊണ്ടു നോക്കൂലല്ലോ. ഞാൻ കാലിക്കറ്റിന് വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. ഇല്ല, അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. പറഞ്ഞവർക്ക് മാത്രമല്ല, പൈസയും കൂടെ തന്നവർക്ക് കൊടുക്കും. അല്ലല്ല, പൈസ എടുക്കണം. നേരത്തെ യൂട്യൂബിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്ത പോലെ ഫ്രീ ഒന്നുമില്ല. പ്രാണ സ്റ്റോണൊന്നും ഫ്രീ ഒന്നുമില്ല, കാശ് മേടിച്ചിട്ടുണ്ട്. മുമ്പേ അടക്കണം, അല്ലേ? കൊണ്ടിരില്ല. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് നമ്മള് അവിടെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കയ്യിൽ കൊണ്ടുവന്ന് എല്ലാവരും വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഇത് നമ്മള് ഇന്ത്യയിൽ നിന്ന് അവിടെ നിന്നല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. നമ്മളത് ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സങ്കടമായി, ഇപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റാതെ. കാരണം അവസാനം എല്ലാവരും 2 വേണം, 3 വേണം, 4 വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും സാധനം ഉണ്ടാവില്ല നമ്മുടെ. കാരണം ഇത്രയും വില കൂടിയ സാധനം നമ്മൾ അങ്ങനെ ഒന്നിച്ച് വാങ്ങിച്ചു നോക്കൂലല്ലോ. അപ്പൊ നിങ്ങൾ വേണ്ടവർ മുൻകൂട്ടി തന്നെ പറയണം. റേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അഡ്മിൻ വിളിച്ചു ചോദിച്ചോളൂ കേട്ടോ. സാറേ, എനിക്കും സ്റ്റോൺ വേണേ. ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറേ, ഞാൻ ജോലി സ്ഥലത്താണ്, അവിടെ വെച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ഒരു കാര്യം? റെക്കോർഡിംഗ് ഓഫ് ആകട്ടെ. ഒരു മിനിറ്റ് ഞാൻ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരോടും ശ്രദ്ധിക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കോളാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ആണ്, ഒന്നുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചോടുക. ഒന്ന് ചാനലിന് 100,000 നമുക്ക് ഓണാഘോഷവും ഒരു സന്തോഷ വാർത്താനുണ്ടല്ലോ. നമുക്ക് തിരുവനന്തപുരം കോഴിക്കോട് പ്രോഗ്രാം ഓണാഘോഷവും ഉണ്ട്, ഒരു ഓണ സമ്മാനവും എന്റെ വകയുണ്ട്. ആ ഓണ സമ്മാനവും അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് തരുന്നുണ്ട്. ഒരു കുട്ടികൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം 100,000 സെലിബ്രേഷൻ കൂടി, 1 lakh സബ്സ്ക്രിപ്ഷന്റെ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് കൂടി അന്ന് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ സമയം കൊണ്ടേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം.